അപ്പോൾ മിസ്സിൻ്റെ കുട്ടിയൊക്കെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ അവസാനത്തെ റിവിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തോട് കൂടിയിട്ട് എൻ്റെ മക്കളുടെ +1 ലൈഫിൽ അവസാനത്തെ എക്സാം കഴിയാണ്. അതായത് നമ്മുടെ ബയോളജി എക്സാമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2-3 ദിവസങ്ങളിലൊക്കെ ആയിട്ടല്ലേ നമ്മൾ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. ദെൻ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഇനി നമുക്ക് എന്താണ് നമ്മുടെ അവസാന റിവിഷനാണ്. ഒന്ന് ഫൈനലായിട്ട് നമ്മൾ കുറച്ച് എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ ഒന്ന് പാസ് ചെയ്ത് പോകാൻ പോവാണ്. അതുകൂടി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ നല്ല സമാധാനത്തോടെ പോയിട്ട് നിങ്ങളുടെ എക്സാം എഴുതാം. നമ്മൾ പഠിക്കാത്തൊരു ക്വസ്റ്റ്യൻ പോലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. നമ്മൾ ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ കാണില്ല ഇന്നത്തെ നിങ്ങളുടെ എക്സാമിൽ. അത്രയും ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എല്ലാവരും കണ്ണൊക്കെ തുറന്ന് ഫുൾ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഫുൾ റെഡി ആയിട്ട് സെറ്റായിട്ടിരിക്കുകയല്ലേ എല്ലാവരും അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന നമ്മുടെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി മാത്രം. റെഡി അല്ലേ മക്കളെ? ഓക്കെ, അപ്പം എൻ്റെ മക്കൾ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യാം. ഓൾമോസ്റ്റ് നിങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. നമ്മളുടെ സെൽ സൈക്കിളിൻ്റെ എന്താ പറയുക G2 ഫേസിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതിൻ്റെ ടിപ്പിലെത്തി നിൽക്കുകയാണ്. ഒരു കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പോയിട്ട് എക്സാം എഴുതും. അപ്പോൾ ആ ഒരു ആശ്വാസത്തിലിരിക്കുക. നമ്മൾ പഠിക്കാത്തതായിട്ട് ഒന്നും വരില്ല. എൻ്റെ മക്കളെല്ലാവരും റിലാക്സ് ചെയ്യാം. ഓക്കെ, ഈസി എക്സാം ആയിരിക്കും. ഇനി വേണമെങ്കിൽ മിസ് പറയാം, നമ്മളുടെ +1 നിങ്ങൾ ഇത്രയും ദിവസങ്ങളിൽ എഴുതിയതിൽ ഈസിയസ്റ്റ് എക്സാം ആയിരിക്കും. ഓക്കെ, കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെല്ലാം പഠിച്ചതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇനി ഈസി ആയാലും ടഫ് ആയാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് മിസ്സിന് ഉറപ്പുണ്ട്. അത് എൻ്റെ മക്കൾ എഴുതുക തന്നെ ചെയ്യും. റെഡി അല്ലേ? അപ്പം മിസ്സിന് ഒത്തിരി സമയം കളയേണ്ട. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടികൾക്ക് എക്സാം ഒക്കെ എഴുതാനുള്ള പോകാനും റെഡി ആവാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേഗം കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ATR മിസ്സും ശ്രുതി മിസ്സും സ്നേഹ മിസ്സും എല്ലാവരും വരുന്നതായിരിക്കും. അവരവരുടെ ചാപ്റ്ററിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞുതരും. ഓക്കെ, അപ്പം നമ്മളിതേ പോവാണ്. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഇത് നിങ്ങൾ ജസ്റ്റ് റിലാക്സ് ചെയ്യുക കേട്ടോ. മിസ്സിന് ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഓക്കെ, ടെൻഷനൊന്നും അടിക്കേണ്ട, ഒന്നും പേടിക്കേണ്ട. എൻ്റെ മക്കളെല്ലാം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആരാണ് നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്തത് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ കാൾ ലിനേയസ് ആണ് അല്ലേ? ഇദ്ദേഹമാണ് നമ്മളുടെ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്തത്. കാൾ ലിനേയസ് ആണ്, ഒരു സംശയമില്ല. ഓക്കെ, ആൻഡ് ലിനേയസിൻ്റെ ആ റൂൾസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി എന്താ മക്കളെ, യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാണ് അല്ലേ? നമ്മൾ ടാക്സൺ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1 മാർക്കിനുള്ള ക്വസ്റ്റ്യനേ വരുള്ളൂ. അതെൻ്റെ മക്കൾക്ക് കണ്ണും പൂട്ടിയതാ മിസ് തരികയാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇനി ഇതാ പിടിച്ച അടുത്ത ക്വസ്റ്റ്യൻ, ലിംബ്ലെസ് ആംഫീബിയൻ. മക്കളെ, ഇങ്ങനത്തെ കുറച്ച് എക്സെപ്ഷൻസ് നമ്മളുടെ അനിമൽ കിങ്ഡത്തിലുണ്ട്. അപ്പോൾ ലിംബ്ലെസ് ആംഫീബിയൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇക്തിയോഫിസ് ആണ്. ഇക്തിയോഫിസ്. ഇതേപോലെ വേറൊരു എക്സെപ്ഷൻ ഏതാ ഉള്ളത്? ഒവിപാരസ് മാമൽ അല്ലേ? ഒവിപാരസ് ആയിട്ടുള്ള മാമൽ. ഒവിപാരസ് മാമൽ ആണ് നമ്മളുടെ പ്ലാറ്റിപ്പസ് അല്ലേ? പ്ലാറ്റിപ്പസ് ഓർണിത്തോറിങ്കസ് എന്ന് പറയുന്നത് അല്ലേ? ഇത് കുറച്ച് എക്സെപ്ഷൻ ആയിട്ടുള്ള 1 വേർഡാണ്. ദെൻ ഒബ്സർവ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്. അപ്പോൾ റോഡ് ഷേപ്ഡ് ബാക്ടീരിയനെ നമ്മൾ പറയും ബാസിലസ്. അങ്ങനെയാണെങ്കിൽ കോമ ഷേപ്പിനെ നമ്മൾ എന്താ പറയുക? വിബ്രിയോ എന്ന് പറയും. ബാക്കിയുള്ള ഷേപ്പൊക്കെ എൻ്റെ മക്കൾക്ക് അറിയാമെന്ന് വെച്ച് വിചാരിക്കുന്നു. സ്ഫെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ എന്താ പറയുക? നമ്മൾ പറയും കോക്കസ് എന്നാണ് പറയുക. ആൻഡ് നമ്മൾ റോഡ് ഷേപ്പ് ആണെങ്കിലോ, ഇങ്ങനെ റോഡ് ഷേപ്പ് ആണെങ്കിൽ ബാസിലസ് ആണ്. റോഡ് ഷേപ്പ് അവർ ഓൾറെഡി പറഞ്ഞു അല്ലേ? ഇനി ഇതാ റൗണ്ട് സ്ഫെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ അത് കോക്കസ് ആണ്. സ്പൈറൽ ഷേപ്പ് ആണെങ്കിൽ നമ്മൾ പറയും സ്പൈറിലം. ഓക്കെ അല്ലേ? ഇനി മക്കളെ, ട്രൈപ്പനോസോമ എന്ന് പറഞ്ഞാൽ ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. അങ്ങനെയാണെങ്കിൽ പാരമീസിയം എന്താണ്? നമുക്കറിയാം, പാരമീസിയം എന്ന് പറഞ്ഞാൽ സീലിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോസോവൻ ആണ്. സീലിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോസോവൻ. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ആരെയാണ് മക്കളെ ആലോചിക്കാനുള്ളത്? ഇത് സീലിയേറ്റഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പറയാം? അമീബോയിഡ് പ്രോട്ടോസോവൻ. അമീബോയിഡ് പ്രോട്ടോസോവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? അമീബോയിഡ് പ്രോട്ടോസോവൻ ആണെങ്കിൽ അത് നമ്മുടെ സ്വന്തം അമീബയാണ്. പേരിൽ തന്നെയുണ്ട് അമീബ. ദെൻ നമ്മുടെ സ്പോറോസൂവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ മക്കളെ? സ്പോറോസൂവൻ. അത് നമ്മുടെ പ്ലാസ്മോഡിയം. സെറ്റല്ലേ? റെഡി അല്ലേ? ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് 1 മാർക്കിന് വരിക. അതെൻ്റെ മക്കൾ കണ്ണും പൂട്ടി അങ്ങോട്ട് എഴുതി വെക്കുക. ദെൻ ഒബ്സർവ് ദ ഫിഗർ ഗിവൻ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ. ഏതാണ് ഈ ബ്ലൂ ഗ്രീൻ ആൽഗ അല്ലേ? ഇത് നമ്മളുടെ സൈനോബാക്ടീരിയ ആണ്. ആൻഡ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇയാളുടെ പേരെന്താണ്? സൈനോബാക്ടീരിയ ആണ്. പക്ഷെ അതല്ല നമ്മൾ എഴുതേണ്ടത്. നമ്മൾ എന്താ എഴുതേണ്ടത്? ഇത് നമ്മുടെ നോസ്റ്റോക്ക് ആണ്. ഫിലമെൻറ്റസ് ആയിട്ടുള്ള ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ? ഇവർക്ക് എന്താ ഉള്ളത് മക്കൾ? ഇവരുടെ പ്രത്യേകത എന്താണ്? നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. ആ സെൽസിനെയാണ് നമ്മൾ പറയുക ഹെറ്ററോസിസ്റ്റ് എന്ന് പറയും.
ഹെറ്ററോസിസ്റ്റ് ഉണ്ട്. ഓക്കെ, പിന്നെയും കുറേ പ്രത്യേകതകളുണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി സം ഓർഗാനിസം ഷോ അസോസിയേഷൻ വിച്ച് ആർ ദ കോമ്പണൻസ് ഓഫ് ലൈക്കിൻ. മക്കളെ, ലൈക്കിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്, ഒരു മ്യൂച്വൽ ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ് ആണ്. ഇവരുടെ രണ്ടുപേരുടെ കോമ്പണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൽഗൽ കോമ്പണൻറ്റും ഉണ്ട്, ഒരു ആൽഗൽ പാർട്ട്ണറും ഉണ്ട്, ദെൻ ഒരു ഫംഗൽ പാർട്ട്ണറും ഉണ്ട് അല്ലേ. ഒരു ആൽഗൽ പാർട്ട്ണറും ഒരു ഫംഗൽ പാർട്ട്ണറും ആണ് നമ്മളുടെ ആർക്കുള്ളത്, ലൈക്കൻസിനുള്ളത്. ആൻഡ് ഈ ഫംഗൽ പാർട്ട്ണറിനെയാണ് നമ്മൾ എന്ത് പറയുക, മൈക്കോബയോണ്ട് എന്ന് പറയാം, മൈക്കോബയോണ്ട്. ആൻഡ് ആൽഗൽ പാർട്ട്ണറിനെയാണ് നമ്മൾ പറയുക ഫൈക്കോബയോണ്ട്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ്, ലൈക്കൻസിൻ്റെ ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ. വെരി ഗുഡ്, പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ, പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, അതെന്ത് ചെയ്യില്ല, ഡു നോട്ട് ഗ്രോ ഇൻ ഏരിയാസ് വെയർ എയർ പൊല്യൂട്ടഡ്, ഡു നോട്ട് ഗ്രോ ഇൻ ഏരിയാസ് വെയർ എയർ പൊല്യൂട്ടഡ്. എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആര് വളരില്ല മക്കളെ, നമ്മളെ ലൈക്കൻസ് വളരില്ല. അതുകൊണ്ടാണ് അവരെ നമ്മൾ എന്ത് പറയുന്നത്, നമ്മളുടെ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ കളേർഡ് പ്ലാസ്റ്റിഡ് ക്രോമോപ്ലാസ്റ്റ് ആണെങ്കിൽ നമ്മളെ കളർലെസ് പ്ലാസ്റ്റിഡിന് നമ്മൾ എന്താ പറയുക, എല്ലാവരും തന്നെ മക്കൾ ചാറ്റിൽ പറഞ്ഞ് എന്താണ് നമ്മുടെ കളർലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്. ആൻഡ് ഒരു ക്ലൂ കൂടെ തന്നു കഴിഞ്ഞാൽ ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. ഇവരുടെ ഫങ്ഷൻ എന്താണ്, സ്റ്റോറേജ് ആണ്. എന്താണ് പോരട്ടെ, നമ്മളുടെ ല്യൂക്കോപ്ലാസ്റ്റ് ആണ് അല്ലേ, ല്യൂക്കോപ്ലാസ്റ്റ് ആണ്, ല്യൂക്കോപ്ലാസ്റ്റ്. സെറ്റല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേറെയും കൂടെ ഒരു കാര്യം കൂടെ മിസ് ഓർമ്മിപ്പിക്കുന്നത്, ല്യൂക്കോപ്ലാസ്റ്റിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. ഏതൊക്കെയാണ് നമ്മുടെ ല്യൂക്കോപ്ലാസ്റ്റിൻ്റെ 3 എണ്ണം? നമുക്ക് എമൈലോപ്ലാസ്റ്റ് ഉണ്ട്, എമൈലോപ്ലാസ്റ്റ്, ദെൻ യൂറോപ്ലാസ്റ്റ്, ദെൻ ഇലിയോപ്ലാസ്റ്റ്. മിസ് ഇത് കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ജസ്റ്റ് നമുക്ക് എങ്ങാനും വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ആലോചിച്ചിരിക്കണം, ഇത് നമ്മുടെ സ്റ്റാർച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഒക്കെ സ്റ്റോർ ചെയ്യാനാണ്, ഇതാണെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ സ്റ്റോർ ചെയ്യാനാണ്, ആൻഡ് ഇതാണെങ്കിൽ നമ്മുടെ ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡൊക്കെ സ്റ്റോർ ചെയ്യാനാണ്, ഓയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇവിടെ ഈ ക്രോമോപ്ലാസ്റ്റ് ആണെങ്കിൽ കെരോട്ടീനും സാന്തോഫിലും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. ഒരു റെഡിഷ് ഓറഞ്ചിഷ് കളറൊക്കെ കൊടുക്കുന്ന ആളാണ് ആര്, നമ്മളുടെ ഈ ഒരു ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. വേറൊരാളും കൂടി ഉള്ളത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ആണ് അല്ലേ. ക്ലോറോപ്ലാസ്റ്റിനകത്താണ് നമുക്ക് ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഗ്രീൻ കളർ കൊടുക്കും, അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നതാണ്. റെഡി? ഇനി ഇതാ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ക്വസ്റ്റ്യൻ സ്റ്റേജ് ഇൻ സെൽ സൈക്കിൾ. മക്കളെ, സെൽ സൈക്കിളിലെ ക്വസ്റ്റ്യൻ സ്റ്റേജിന് എന്താ പറയാം, നമ്മൾ പറയാം സം സെൽസ് exit G1 phase and enter into an inactive phase which will do not divide but metabolically active ആയിരിക്കും, but will be metabolically active. മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പക്ഷേ ഡിവൈഡ് ചെയ്യാത്ത ഒരു സ്റ്റേജിലേക്ക് അവർ കടക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്വിസൻ സ്റ്റേജ് അല്ലെങ്കിൽ G0 ഫേസ് എന്ന് പറയാം കേട്ടോ. G0 ഫേസ് അല്ലെങ്കിൽ ക്വിസൻ സ്റ്റേജ് എന്ന് നമ്മൾ പറയും. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈവൻ ടേക്സ് പ്ലേസ് ഇൻ എസ് ഫേസ്. ഇത് പലതരത്തിൽ ചോദിക്കാം, എൻ്റെ മക്കൾക്ക് അറിയാം. എസ് ഫേസിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DNA സിന്തസിസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ മക്കളെ പറയുക, നമ്മൾ പറയും DNA റെപ്ലിക്കേഷൻ നടക്കുന്നു എന്ന് പറയും. ഇനി G1 ഫേസിലാണെങ്കിലോ, G1 ഫേസിലാണെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മളുടെ സൈറ്റോപ്ലാസത്തിൻ്റെ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യും, സൈറ്റോപ്ലാസം ഇൻക്രീസ് ചെയ്യും, സെൽ സൈസ് ഇൻക്രീസ് ചെയ്യും അല്ലേ. മെറ്റബോളിക്കലി സെല്ല് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. G2 ആണെങ്കിൽ എൻ്റെ മക്കളെല്ലാവരും ഇപ്പോൾ ഉള്ള സ്റ്റേജാണ് ഫൈനൽ പ്രിപ്പറേഷൻ ഫോർ ഡിവിഷനാണ്. ഫൈനൽ പ്രിപ്പറേഷൻ ഫോർ ഡിവിഷൻ. ഡിവിഷന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ പ്രിപ്പറേഷനാണ് എവിടെ നടക്കുന്നത്, നമ്മളുടെ G2 ഫേസിൽ നടക്കുന്നത്. ഇനി നമ്മളുടെ ഇത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണത്. പിടിച്ചോ, സെൽ വോൾ ഡെപ്പോസിറ്റ്സ് ഓഫ് ഡയറ്റംസ് ആർ കോൾഡ് ഡയറ്റമേഷ്യസ് എർത്ത് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഡയറ്റംസിൻ്റെ സെൽ വോൾ എന്ന് പറഞ്ഞാൽ ഇൻഡിസ്ട്രക്റ്റബിൾ, നശിപ്പിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യും, അതിങ്ങനെ അടിഞ്ഞുകൂടി ഒരു ഹീപ്പ് ഫോം ചെയ്യും റിവർ ബെഡിലൊക്കെ അല്ലെങ്കിൽ ഓഷ്യൻ ബെഡിലൊക്കെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറ്റമേഷ്യസ് എർത്ത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യൂസസ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 യൂസസ് പറയുന്നുണ്ട്. ഏതൊക്കെയാ, നമ്മളെ പോളിഷിങ്ങും അതേപോലെ തന്നെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സും. ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്.
ഓയിൽസിൻ്റെയും സിറപ്സിൻ്റെയും ഫിൽട്രേഷനും സഹായിക്കുന്നുണ്ട്. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മെറ്റാഫേസ് സ്റ്റേജ് ആൻഡ് അനാഫേസ് സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയുന്ന രണ്ട് ആൾക്കാരാണ് മെറ്റാഫേസും അനാഫേസും. അപ്പോൾ എന്താണ് ഇവരുടെ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? മെറ്റാഫേസിലാണെങ്കിൽ ക്രോമസോംസ് അലൈൻ അറ്റ് ദി ഇക്വേറ്റർ, അവരിങ്ങനെ ഇക്വേറ്ററിൽ നിൽക്കുകയാണ് ചെയ്യുക. ആൻഡ് ഈ സമയത്ത് എന്ത് ചെയ്യും? സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് നമ്മുടെ ക്രോമസോമിന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ഓൺ കൈനറ്റോകോർ ഓഫ് ക്രോമസോം. ക്രോമസോമിൻ്റെ കൈനറ്റോകോറിൽ എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എൻ്റെ മക്കൾ, മിസ്സിൻ്റെ കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മളൊരു ഡയഗ്രാം കൂടെ അങ്ങോട്ട് വരച്ച് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഫ്ലാറ്റ് ആവും അല്ലേ? നമ്മളെല്ലാവരും ഇങ്ങനെ അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ നമ്മളെ ക്രോമസോംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യും. എന്നിട്ട് അവർ മെറ്റാഫേസിക് പ്ലേറ്റ് ഫോം ചെയ്യും. ഈ മെറ്റാഫേസിക് പ്ലേറ്റ് ഫോം ചെയ്യുന്നതാണ് നമ്മുടെ മെറ്റാഫേസ്. അനാഫേസിലാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഷോർട്ടൻ ചെയ്യും. സ്പിൻഡിൽ ഫൈബേഴ്സ് ഷോർട്ടൻ ചെയ്യുന്ന സമയത്ത് എന്താ? സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവും. സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ്. സെൻട്രോമിയർ സ്പ്ലിറ്റ്, ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ്, moves to opposite poles. ഓപ്പോസിറ്റ് പോൾസിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ അനാഫേസിനെ കൂടി വരച്ച് വെക്കുക. അല്ല, എല്ലാവരും ഇങ്ങനെ വേർപിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അനാഫേസിൽ. അനാഫേസ്. ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്ത് അവർ ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോവാണ്. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സം അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട് ആർ ഗിവൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനാണ് സ്റ്റെമ്മിൻ്റെയിലും റൂട്ടിൻ്റെയിലും. അപ്പം മിസ് ഇവിടെ നിങ്ങൾക്ക് നമ്പർ ഇട്ട് തരാം. ഏതാണ് സ്റ്റെമ്മും റൂട്ടും എന്ന് ജസ്റ്റ് എൻ്റെ മക്കൾ ഇന്നലത്തെ ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇന്നലത്തെ അല്ല, നമ്മുടെ മെഞ്ഞാന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അനാറ്റമിയുടെ അതിൽ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓരോന്ന് എങ്ങനെ ആണ് നിങ്ങൾക്ക് നോക്കേണ്ടതെന്നല്ലേ. അപ്പോൾ റേഡിയൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം അത് റൂട്ടാണ്. റേഡിയൽ അറേഞ്ച്മെൻറ്റ്, ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ. ദെൻ എൻഡാർക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സ്റ്റെം അല്ലെങ്കിൽ ലീഫാണ്. എൻഡാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോസൈലം സെൻറ്ററിലാണ് അല്ലേ. പ്രോട്ടോസൈലം സെൻറ്ററിൽ വരുന്നതിനെയാണ് എൻഡാർക്ക് എന്ന് പറയുക. അത് നമ്മുടെ ആറിൽ മാത്രമാണ് കാണുക, ലീഫിലും സ്റ്റെമ്മിലും ആണ് കാണുക. റേഡിയൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കാണുന്നതാണ്, അത് റൂട്ടിൽ മാത്രമാണ്. ദെൻ കൺജോയിൻറ്റ് അഗെയിൻ സ്റ്റെമ്മിലാണ് കാണാൻ പറ്റുക. കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിൽ എന്നാൽ രണ്ടുപേരും ജോയിൻ്റ് ആയിട്ട് സൈലോം ഫ്ലോയും ഇങ്ങനെ താഴെയും മുകളിലും ആയിട്ട് കാണുന്നതാണ് കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിൽ. റേഡിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സൈലമാണ്, ഇവിടെ ഫ്ലോയും, സൈലം ഫ്ലോയും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കാണുന്നതാണ് നമ്മളുടെ റേഡിയൽ. ദെൻ എക്സാർക്ക് ആണെങ്കിലോ റൂട്ട്, വെരി സിമ്പിൾ. പ്രോട്ടോസൈലം ടുവേർഡ്സ് പെരിഫറി, എക്സിറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എൻഡാർക്കും എക്സാർക്കും. സിമ്പിളാണ്. പ്രോട്ടോസൈലം ടുവേർഡ്സ് സെൻറ്റർ ആണെങ്കിൽ, പ്രോട്ടോസൈലം സെൻറ്ററിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെയാണ് നമ്മൾ എൻഡാർക്ക് എന്ന് പറയുക. പ്രോട്ടോസൈലം പെരിഫറി ആണെങ്കിൽ നമ്മൾ അതിനെ എക്സാർക്ക് എന്ന് പറയും, പെരിഫറി. അപ്പോൾ നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാം. ഇവിടെ പ്രോട്ടോസൈലം പെരിഫറി ആണ്, പുറമേ ആണെങ്കിൽ മെറ്റാസൈലം ഇവിടെ സെൻറ്ററിലായിരിക്കും, മെറ്റാസൈലം സെൻറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? മെറ്റാസൈലം പെരിഫറി. ഇത് വേണമെന്നില്ല, പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മിസ് എഴുതിയേ ഉള്ളൂ. ഇതാണെങ്കിൽ സ്റ്റെമ്മിലും അതേപോലെ ലീഫിലുമാണ് എൻഡാർക്ക്, ഇതാണെങ്കിൽ റൂട്ടിലാണ് എക്സാർക്ക്. ഓക്കെ, അപ്പോൾ 2 മാർക്സിനാകുമ്പോൾ നമ്മൾ ഇത്രയും കൂടെ എഴുതി വെക്കണം. ആ മാർക്കിൻ്റെതും കൂടെ എൻ്റെ മക്കളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇത് നമ്മളിത് അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ ആൻഡ് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ? ഓപ്പൺ വാസ്കുലാർ ബണ്ടിലും ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിലും നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് പറയുക? അപ്പോൾ നമുക്ക് ഓപ്പൺ എന്നും ക്ലോസ് എന്നും ഇവിടെ എഴുതാം. ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ, ദെൻ ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ. അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് ഈ ഓപ്പണും ക്ലോസും വന്നിരിക്കുന്നത് മക്കളെ? ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ കാമ്പിയം ടിഷ്യൂ ഇസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ഇൻ കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിൽ അല്ലേ. ഇൻ കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിൽ ഇഫ് cambium is present between xylem and phloem. xylത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കാമ്പിയം പ്രസൻ്റ് ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും ഓപ്പൺ എന്ന് പറയും. ഇൻ കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിൽ if cambium is not present ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം ആണെങ്കിലോ, സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ നമുക്ക് കാമ്പിയം കാണാൻ പറ്റില്ലെങ്കിൽ അത് ക്ലോസ് ആണ്. ആരിലാണ്? മോണോകോട്ടിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ഇങ്ങനെ
കൺജോയിൻ്റ് ക്ലോസ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ. ഡൈക്കോട്ടിലാണ് നമുക്ക് ഓപ്പൺ കാണാൻ പറ്റുക. ഡൈക്കോട്ടിൽ എന്താ മക്കളെ വേറൊരു പ്രത്യേകത? ഡൈക്കോട്ടിൽ നമുക്ക് സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ ആണ്, കാരണം കാമ്പിയം ഉള്ളതുകൊണ്ട്. സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ. ഇവിടെയാണെങ്കിലോ നോ സെക്കൻഡറി ഗ്രോത്ത്. നോ സെക്കൻഡറി ഗ്രോത്ത്. സെക്കൻഡറി ഗ്രോത്ത് അല്ലെങ്കിൽ തടി വെക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് വരച്ച് വെക്കാം അല്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെ കാമ്പിയം ടിഷ്യൂ ഇവിടെ ഉണ്ടാകും. ഇത് സൈലം, ഇത് ഫ്ലോയം, ഇത് കാമ്പിയം. ഇവിടെയാണെങ്കിലോ ജസ്റ്റ് സൈലവും ഫ്ലോയും, കാമ്പിയം ഇല്ല. ഇത് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 വേർഡ്സ് ആൻഡ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അടുത്തതിന് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കോളാ സെൽസ് പോറിഫെറ. അപ്പോൾ കോളാ സെൽസ് എന്താ മക്കളെ? നമ്മുടെ പോറിഫെറയിൽ കാണുന്ന സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണല്ലേ. ഇവർ നമ്മൾ പറയും കോളാർ സെൽസ് അല്ലെങ്കിൽ കോയനോസൈറ്റ്സ് എന്നാണ് പറയുക. കോളാർ സെൽസ് അല്ലെങ്കിൽ കോയനോസൈറ്റ്സ് എന്ന് പറയും. അപ്പോൾ നിഡോബ്ലാസ്റ്റ് ആരിലാണ് കാണുന്നത്? ഇവിടെ നമ്മളോട് ഫൈലത്തിനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിഡോബ്ലാസ്റ്റ് കാണുന്ന ഫൈലമാണ് നമ്മളുടെ സീലൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേരിയ. സീലൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേരിയ. ദെൻ സൈക്ലോയിഡ് സ്കെയിൽസ് ഓസ്റ്റിക്തീസിലാണെങ്കിൽ പ്ലക്കോയിഡ് സ്കെയിൽസ് കാണുന്നത് കോൺട്രിക്തീസിലാണ്. കോൺട്രിക്തീസിലാണ്. റെഡി അല്ലേ? ഇനി മക്കളെ അനലിഡയിൽ സീലം ഉണ്ട് അല്ലേ, ട്രൂ സീലമാണ്. പക്ഷേ പ്ലാറ്റി ഹെൽമിന്തസ് എന്താണ്? എസ് സീലമാണ്. അവർക്ക് എന്തില്ല? നോ സീലം. ദെൻ പാരപ്പോഡിയ ആണ് അനലിഡ. അപ്പോൾ ഈ പാരപ്പോഡിയ എന്ന് പറയുന്നത് ഇവരുടെ ലോക്കോമോട്ടറി ഓർഗൻ ആണ് അല്ലേ. അക്വാറ്റിക് അനലിഡ്സിൻ്റെ ലോക്കോമോട്ടറി ഓർഗൻ ആണ്. അക്വാറ്റിക് അനലിഡയുടെ ലോക്കോമോഷന് സഹായിക്കുന്ന ഓർഗനാണ്. അപ്പോൾ റാഡുല എന്ന് പറഞ്ഞത് ആരിലാണ് കാണുന്നത്? റാഡുല കാണുന്നത് മൊലസ്കയിലാണ്. ആൻഡ് റാഡുല ആസ് ദി ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ. ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും എഴുതണം കേട്ടോ. ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. പക്ഷേ ഇത് മിസ് എക്സ്ട്രാ എഴുതിയതാണ്. നിങ്ങളുടെ ആൻസേഴ്സ് ഇതാണ് നിങ്ങളുടെ ആൻസേഴ്സ്. നിങ്ങൾക്ക് ഇത്ര മാത്രമേ എഴുതാനുള്ളൂ, ബാക്കി മിസ് എക്സ്ട്രാ എഴുതിയതാണ്. റെഡി അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി ഓർഗാനിസം. ഇത് നമ്മൾ സാധാരണ നമുക്ക് എപ്പോഴും മറ്റേ നമ്മളുടെ ഡോഗ് ഫിഷിൻ്റെ പിക്ചറാണ് തരിക. അപ്പോൾ ഇതാരാണ്? ഇത് നമ്മളുടെ പ്രിസ്റ്റീസ് ആണ് അല്ലേ. പ്രിസ്റ്റീസ് സോ ഫിഷ് ആണിത്. ദെൻ നെയിം ദ ക്ലാസ്. ഏത് ക്ലാസ്സിലാണ് നമ്മളുടെ ഇവരുള്ളത്? ഇത് നമ്മളുടെ കോൺട്രിക്തീസിലുള്ള ആൾക്കാരാണ്. കോൺട്രിക്തീസ്. ഓക്കെ, ദെൻ റൈറ്റ് എനി 2 സാലിയൻ ഫീച്ചേഴ്സ്. ഏതെങ്കിലും 2 സാലിയൻ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞാൽ ഒന്ന് നമുക്ക് പറയാം മൗത്ത് എവിടെയാണ്? താഴെയാണ്. മൗത്ത് വെൻട്രലാണ്. പിന്നെ എന്ത് പറയാം? ഇവരുടെ സ്കെയിൽസ് പറയാം അല്ലേ. പ്ലക്കോയിഡ് സ്കെയിലാണ്. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക? പ്ലക്കോയിഡ് സ്കെയിലാണ്. പിന്നെ ഇവർക്ക് ഓപ്പർക്കുലം ഉണ്ടോ? ഇല്ല. നോ ഓപ്പർക്കുലം, നോ എയർ ബ്ലാഡർ. ഓപ്പർക്കുലം, എയർ ബ്ലാഡർ ഒക്കെ ആബ്സെൻറ്റ്. ഓപ്പർക്കുലം, എയർ ബ്ലാഡർ ഇതൊക്കെ ആബ്സെൻ്റ് ആണ്. ഇതും ആബ്സെൻറ്റ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്കെയിൽസ് നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് എന്താ പറയുക? എൻഡോസ്കെലിട്ടൺ, കാർട്ടിലേജിനസ് എൻഡോസ്കെലിട്ടൺ അല്ലേ. കാർട്ടിലേജിനസ് എൻഡോസ്കെലിട്ടൺ. ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്ന ഏതെങ്കിലും 2 എണ്ണം എഴുതാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതെന്തായാലും നോട്ട് ചെയ്യാം കേട്ടോ. ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ അനിമൽസ് അവരുടെ നൈട്രോജനസ് വേസ്റ്റിൻ്റെ ബേസിസിൽ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ രണ്ടും ഒരേ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബേർഡ്സും റെപ്റ്റൈൽസും ആണെങ്കിൽ, ബേർഡ്സും അതേപോലെ തന്നെ റെപ്റ്റൈൽസും ആണെങ്കിൽ നമുക്കറിയാം അതെന്താണ്? യൂറിക്കോടെലിക്കാണ് അല്ലേ. യൂറിക്കോടെലിക്കാണ്. യൂറിക് ആസിഡ് ആണ് ഇവരുടെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അമോണിയ, അത് അമോണിയ ആണ് നമ്മളുടെ അമോണോടെലിക്കാണ്. ബോണി അല്ലേ മിസ് പറഞ്ഞിട്ടില്ലേ? ബോ അമോണിയ. അപ്പോൾ ബോണി ഫിഷസും അതേപോലെ തന്നെ നമ്മളുടെ അക്വാറ്റിക് ആംഫീബിയൻസും, ടാഡ്പോളൊക്കെ അക്വാറ്റിക് ആംഫീബിയൻസ്. റെഡി. ആൻഡ് ഇവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റിൻ്റെ ബേസിൽ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കറിയാം ഇത് അമോണിയ എന്ന് എഴുതി വെക്കുക. ആൻഡ് ഇതാണെങ്കിൽ യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ്. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഓൾ വേർട്ടബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ്. നമ്മളുടെ ചോക്ലേറ്റിൻ്റെ എക്സാമ്പിൾ വെച്ച് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ വേർട്ടബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്. കാരണം എന്താണ്? ഓൾ വേർട്ടബ്രേറ്റ്സ് ഹാവ്, ഒരു വേർട്ടബ്രേറ്റ്സ് എന്ന് പറയാൻ തന്നെ കാരണം ഇവർക്ക് വേർട്ടബ്രൽ കോളം ഉണ്ട്. ഓൾ വേർട്ടബ്രേറ്റ് ഹാസ് നോട്ടോകോഡ്. എല്ലാവർക്കും നോട്ടോകോഡ് ഉണ്ട്. ഹെൻസ് ദേ ആർ ഓൾ കോഡേറ്റ്സ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും എന്താണ്? കോഡേറ്റ്സ് ആണ്. ബട്ട് all coordinates, for example ആരൊക്കെ നമുക്ക് പറയാം?
cephalochordata and urochordata. Chordata and urochordata. ഇവരും chordates ആണ്, പക്ഷേ all chordates do not have vertebral column. Do not have vertebral column. ഇവർക്ക് vertebral column ഉണ്ടോ? ഇവർക്ക് നട്ടെല്ലുണ്ടോ? ഇല്ല. Hence all chordates are not vertebrates. All chordates are not vertebrates. അതുകൊണ്ട് തന്നെ എല്ലാ chordatesഉം എന്തല്ല? Vertebrates അല്ല. റെഡി? ഇന്ന് നമ്മളിത് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റായിട്ട് എഴുതാനാണ് കേട്ടോ. അപ്പോൾ ബണ്ടിൽ ഓഫ് എസ് ഉണ്ട്, വെൻട്രിക്കിൾ ഉണ്ട്, പുർക്കിഞ്ചെ ഫൈബേഴ്സ് ഉണ്ട്, എ വി നോഡ് ഉണ്ട്, എസ് എ നോഡ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു എല്ലാ കോൺട്രാക്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എസ് എ നോഡാണ്. എസ് എ നോഡിൽ നിന്ന് അത് ആർക്കാണ് കൊടുക്കുക? എ വി നോഡിനാണ് കൊടുക്കുക. എ വി നോഡിൽ നിന്നൊരു ബണ്ടിൽ വരും, അതിന് എ വി ബണ്ടിൽ എന്ന് പറയും. പക്ഷെ അത് ഓപ്ഷനിൽ തരാത്തതുകൊണ്ട് നമ്മൾ എടുക്കണ്ട. പിന്നെ നമ്മളുടെ അത് വെൻട്രിക്കിൾസിൻ്റെ ആ നടുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ബണ്ടിൽ ഓഫ് ഹിസ് എന്നാണ് പറയാം. ബണ്ടിൽ ഓഫ് ഹിസ്സിൽ നിന്ന് പിന്നെ അത് പുർക്കിഞ്ചെ ഫൈബേഴ്സിനാണ് കൊടുക്കുക. പുർക്കിഞ്ചെ ഫൈബേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് നേരെ നമ്മളുടെ വെൻട്രിക്കിൾസിൻ്റെ കോൺട്രാക്ഷന് കാരണമാകും. വെൻട്രിക്കിൾസ്. ഇതാണ് നമ്മളുടെ കറക്റ്റ് അറേഞ്ച്മെൻറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി മക്കളെ, ഇത് നമ്മളുടെ ബ്ലഡ് സെൽസിൻ്റെ രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ബ്ലഡ് സെൽസിൻ്റെ ഓരോരുത്തരുടെയും ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ മക്കൾ നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ന്യൂട്രോഫിലും മോണോസൈറ്റും ആണെങ്കിൽ ഒന്നും ചിന്തിക്കാനില്ല, അത് ഫാഗോസൈറ്റോസിസ് ആണ് നടത്തുക. ഇനി ബേസോഫിലാണെങ്കിൽ എന്താ ചെയ്യുക? ബേസോഫിലിന് പേടിയാണല്ലേ. ബേസോഫിൽ എന്ത് ചെയ്യും? ചില കെമിക്കൽസ്, ഹിസ്റ്റമിൻ, സെറട്ടോണിൻ അങ്ങനത്തെ കെമിക്കൽസ് ഉണ്ടാക്കും. ഈസിനോഫിൽ ഇസ് അസോസിയേറ്റഡ് വിത്ത് അലർജിക് റിയാക്ഷൻ. ആൻഡ് ലിംഫോസൈറ്റ് ആണെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ്, അതായത് ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇനി മക്കൾ, ഇത് ഏതാണ് ഈ ഗ്രാഫ്? നമ്മളുടെ ക്ലാസിക് ഗ്രാഫാണ്, എപ്പോഴും ചോദിക്കുന്ന ഗ്രാഫാണ്. ഏതാണ്? സിമ്പിൾ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരികയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ എന്താ സന്തോഷം കൂടി നമ്മളിങ്ങനെ പറയില്ല, ടോം ആൻഡ് ജെറിയിലെ കണ്ണൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പോലെ എൻ്റെ മക്കളുടെ കണ്ണൊക്കെ ഇങ്ങനെ അങ്ങനെയാവും. ഓക്കെ, ഇത് ഏതാണ്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഇനി അടുത്തത്, റൈറ്റ് എനി ടു ഫാക്ടേഴ്സ്. ഏതെങ്കിലും ഫാക്ടേഴ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് പറയാം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ, ദെൻ നമ്മളുടെ ടെമ്പറേച്ചർ. ഓക്കെ, ഇനി റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് എന്താണ്? ടു സ്റ്റഡി ദ എഫക്ട്സ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ്. ടു സ്റ്റഡി ദ എഫക്ട്സ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ് ആ വേരിയസ് ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിച്ചത്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ, on the dissociation of ഓക്സിഹീമോഗ്ലോബിൻ. ഓക്സിഹീമോഗ്ലോബിൻ്റെ ഡിസോസിയേഷന് ഓരോ ഫാക്ടേഴ്സ് എങ്ങനെയാണ് കാരണമാവുന്നത് അതാണ് നമുക്ക് ഈ ഗ്രാഫിൻ്റെ പറയാൻ പറ്റുക. എക്സ്പ്ലെയിൻ 3 steps in യൂറിൻ ഫോർമേഷൻ. മക്കൾ, ഇത് നിങ്ങളുടെ +1 നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണല്ലേ. അപ്പോൾ നമുക്ക് പറയാം, ഒന്ന് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ ആണ്. ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓരോ സ്റ്റെപ്പ് ഒരു വരിയൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഗ്ലോമെറുലസ്. ഇത് ഗ്ലോമെറുലസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ ഗ്ലോമെറുലസ്, there will experience a high pressure. ആ ഹൈ പ്രഷറിൽ എന്ത് ചെയ്യും? ഫിൽട്രേഷൻ ഒക്കേഴ്സ്. ആ ഫിൽട്രേഷനിൽ ലാർജ് പ്രോട്ടീൻസും ഹീമോഗ്ലോബിൻ ഒഴികെ ബാക്കി എല്ലാം ഫിൽട്രേറ്റ് ഫോം ചെയ്യും. ഫിൽട്രേറ്റ് ഇസ് ഫോംഡ് എക്സെപ്റ്റ് ലാർജ് പ്രോട്ടീനും അതേപോലെ ഹീമോഗ്ലോബിനും ലാർജ് പ്രോട്ടീനും ഒഴികെ ബാക്കിയെല്ലാം ഫിൽട്രേറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തേതാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം സാധനങ്ങൾ അല്ലെ, മാക്സിമം എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് അല്ലെങ്കിൽ 99% ഓഫ് ഫിൽട്രേറ്റ് ഇസ് റീഅബ്സോർബ്ഡ് ബാക്ക് ടു ബ്ലഡ്. നമ്മുടെ ബ്ലഡിലേക്ക് തന്നെ എന്ത് ചെയ്യും? റീഅബ്സോർബ് ചെയ്യും. അതിനകത്ത് ഏതൊക്കെയാണ് വരിക? അത് സൊക്കാസിൻ. ഇത് മാക്സിമം നടക്കുന്നത് PCTയിലാണ് നടക്കുന്നത്. 70 to 80% ഇലക്ട്രോലൈറ്റ്സിൻ്റെ കാര്യം പറയാം. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ന്യൂട്രിയൻസിൻ്റെയും കാര്യങ്ങൾ പറയാം. പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ട്യൂബുലാർ സെക്രീഷൻ. ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ PCTയിൽ നടക്കും, DCTയിൽ നടക്കും, കളക്ടിങ് ഡക്റ്റിൽ നടക്കും. ഇവിടെ എന്താ ചെയ്യുന്നത്? ഹൈഡ്രജൻ അയോൺസ്, അമോണിയം, പൊട്ടാസ്യം അയോൺസ് ആർ സെക്രീറ്റഡ് ടു
ഫിൽട്രേറ്റ്. ബ്ലഡിൽ നിന്ന് തിരികെ ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യും ടു മെയിൻറ്റെയിൻ ഒരു ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ. ഒരു ഫ്ലൂയിഡിന് എപ്പോഴും ഒരു ഓസ്മോളാരിറ്റി ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ദെൻ ഏത് ഡയഗ്രമാണ് സീലോമിക് കണ്ടീഷൻ? നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെയും ക്വസ്റ്റൻ ആണ്. ആർക്കാണ് സ്യൂഡോസീലം? നമ്മുടെ ആസ്കെൽമിന്തസ്. ആസ്കെൽമിന്തസിനാണ് എന്ത് മക്കളെ? സ്യൂഡോസീലം ഉള്ളത്. റൈറ്റ്. വൺ എക്സാമ്പിൾ ഓഫ് എസീലോമേറ്റ്. നമുക്ക് പ്ലാറ്റിനെയും പ്ലാറ്റിക്ക് മുമ്പുള്ള എല്ലാവരെയും നമുക്ക് എസീലോമേറ്റ് ആണെന്ന് പറയാം. മിസ് ഇവിടെ പ്ലാറ്റി ഹെൽമിന്തസ് എഴുതാണ് കേട്ടോ. പ്ലാറ്റി ഹെൽമിന്തസ്. റെഡി. ഇനി ഇതാ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ആദ്യം നമ്മൾ ഈ ഫിഗർ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് നമ്മുടെ ഫൈലം കോർഡേറ്റി ആണ്. ഇനി ABCD പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് മക്കളെ? എ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറമേയുള്ള ആളെയാണ് കാണിച്ചിരിക്കുന്നത്, നെർവ് കോഡാണ് അല്ലേ, നെർവ് കോഡാണ്. ആൻഡ് B എന്ന് പറഞ്ഞാൽ അതാണ് നോട്ടോ കോഡ് എന്ന് പറയുന്നത്. ആൻഡ് C ഏതാണ്? ഗിൽ സ്ലിറ്റ്സ് ആണ്. ആൻഡ് D പോസ്റ്റേനൽ ടെയിൽ ആണ്. പോസ്റ്റേനൽ ടെയിൽ. ഇത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തായി കഴിഞ്ഞു? നിങ്ങളുടെ കംപ്ലീറ്റ് ആ ഒരു ഫൈലം കോർഡേറ്റയുടെ ഫീച്ചേഴ്സ് ആയി കഴിഞ്ഞു. ABC അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ A നമ്മുടെ മാട്രിക്സ് ആണ്. ഇത് നമ്മുടെ മൈറ്റോകോൺട്രിയാണ്. ആ ഉള്ളിലുള്ള സ്പേസ് ആണ് A മാട്രിക്സ്. B നമ്മുടെ ക്രിസ്റ്റയാണ് അല്ലേ. ക്രിസ്റ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫോൾഡിങ്സ് ഓഫ് ഇന്നർ മെംബ്രെയിൻ. വൈ മൈറ്റോകോൺട്രിയ പവർ ഹൗസ്? കാരണം ലാർജ് എമൗണ്ട് ഓഫ് ATP പ്രൊഡക്ഷൻ, ATP സിന്തസിസ് നടക്കുന്നതുകൊണ്ടാണ്. ലാർജ് എമൗണ്ട് ഓഫ് ATP സിന്തസിസ് നടക്കുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയണേ? പവർ ഹൗസ് എന്ന് പറയണേ. ഇനി നമ്മൾ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം അല്ലേ, ചില ഓർഗനൽസ് എന്ത് ചെയ്യും? കോർഡിനേറ്റഡ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതിൽ ലൈസോസോമിനെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ആരൊക്കെ വരും? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി ബോഡി, പിന്നെ നമ്മുടെ വാക്യൂൾ. ഈ 4 ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? കോർഡിനേറ്റഡ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണേ. ദെൻ ഐഡൻറ്റിഫൈ AB. A കാണുമ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് അറിയാൻ പറ്റും, എഫറൻറ്റ് ആർട്ടീരിയോൾ. ഓക്കെ. ദെൻ B എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂൾ ആണ്. ആ കപ്പ് പോലെയുള്ള സ്ട്രക്ചറാണ് നമ്മളുടെ ബോമാൻസ് ക്യാപ്സ്യൂൾ. ഇനി അടുത്തത് എന്താ? ഫംഗ്ഷൻ ഓഫ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ പറയാൻ പറഞ്ഞാൽ PCTയുടെ ഫംഗ്ഷനാണ് റീഅബ്സോർപ്ഷൻ. മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കുന്ന സ്ഥലമാണ് PCT. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ pH ആൻഡ് അയോണിക് ബാലൻസ്. കാരണം സെക്രീഷൻ ചെയ്യുന്നത് കൊണ്ട് pHും അയോണിക് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ മാർക്ക് റോൾ ഉണ്ട്, നമ്മളുടെ PCTക്ക് റോൾ ഉണ്ട്. ഇനി DCTയുടെ ഫംഗ്ഷൻ ചോദിച്ചാൽ എന്താ പറയുക? DCT ആണ് നമ്മളുടെ pHും അയോണിക് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ. ഇവിടെ നമ്മളുടെ ക്വസ്റ്റൻ എന്താ മക്കളെ? ആ P to T വേവ് വരെയുള്ളത് പറയാനാണ്. ഇതാണ് നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് ECG. ഈ P ആണെങ്കിൽ ഡീപോളറൈസേഷൻ, ആരുടേത്? ഏട്രിയ. ഇതാണെങ്കിലോ ഡീപോളറൈസേഷൻ, ഇതാണെങ്കിൽ ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിളിൻ്റെ ഡീപോളറൈസേഷൻ. ഇതാണെങ്കിലോ റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിളിൻ്റെ റീപോളറൈസേഷൻ, അതായത് റിലാക്സേഷൻ. അപ്പോൾ P വേവ്, QRS, ദെൻ T വേവ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് പോസിബിൾ ഹാർട്ട് ഡിസീസസ് ആണ്. ആൻഡ് ഇതാണ് മിസ്സിൻ്റെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മിസ്സിൻ്റെ +1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ABCD അടയാളപ്പെടുത്താനാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്. ABCD. ഓക്കെ. A എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ആക്സോൺ ആണ് കേട്ടോ, ആക്സോൺ ആണ്. അപ്പോൾ നിങ്ങൾ പറയും മിസ് ആക്സോൺ ടെർമിനൽ അല്ലേ? ഇതാണ് ആക്സോൺ ടെർമിനൽ കേട്ടോ. ഓക്കെ. ദെൻ B കാണിച്ചിരിക്കുന്നത് നമ്മുടെ സിനാപ്റ്റിക് വെസിക്കിൾ ആണ്. B എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനാപ്റ്റിക് വെസിക്കിൾ. ദെൻ C ഏതാ മക്കളെ? ക്ലെഫ്റ്റ് ആണ്, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആണ് കേട്ടോ. ആ ഗ്യാപ്പാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് കാണിച്ചിരിക്കുന്നത്. ആൻഡ് D നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. ഓക്കെ. യെസ്. അപ്പോൾ അതോട് കൂടിയിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ +1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, നിങ്ങൾ സമാധാനത്തോടെ പോയിട്ട് എക്സാം എഴുതുക. ലൈവ് കഴിഞ്ഞില്ല, നമ്മൾ ATRMSും സ്നേഹാമസും ശ്രുതിമസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ സെഷൻസ് കൂടി കഴിഞ്ഞാൽ ലൈവ് എന്ത് ചെയ്യും? 1 hour ഉണ്ടാവുള്ളൂ. നിങ്ങൾ അടിപൊളിയായിട്ട് പോയിട്ട് എക്സാം എഴുതുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 2 ഭാഗവും നോക്കുക. നമ്മൾ സന്തോഷം കൊണ്ട് ചിലപ്പോൾ വേഗം എഴുതി പോകും. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് നോക്കുക. എന്ത് ചെയ്യുക? റൗണ്ടൊക്കെ ഇട്ടിട്ട് പോവുക. ഓക്കെ. സമാധാനത്തോടെ എല്ലാം എഴുതിയിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യാം. ഓക്കെ. ഓരോ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് വായിക്കുക. ചിലപ്പം ചോദിക്കുന്നതിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റാക്കിയിടാം. ഓക്കെ. അത്രയൊക്കെ ഉള്ളൂ. ബാക്കി
റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാം ഓർമ്മ വരും. കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ കിട്ടും. ഓക്കെ, പിന്നെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം കഴിഞ്ഞ് വന്നിട്ട് മിസ്സിനെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നുള്ളത്. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ +2-ലായിരിക്കും. നമുക്ക് അടിച്ചു പൊളിക്കുക നമ്മുടെ +2. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ ATRMS വരുന്നുണ്ടാവും. മിസ് ഒന്ന് ATRMSനെ വിളിക്കട്ടെ. മിസ്സിൻ്റെ അധികം സമയം കളയുന്നില്ല, നിങ്ങളോട് സംസാരിച്ചിട്ട് ATRMS ഇപ്പോൾ വന്ന് ബാക്കിയുള്ള ടോപ്പിക്സും പിന്നെ ശ്രുതി മിസ്സും സ്നേഹ മിസ്സും ഒക്കെ സെറ്റാക്കി തരും. ഓക്കെ, അപ്പോൾ ടാറ്റ, ഓൾ ദി ബെസ്റ്റ്. മിസ്സിൻ്റെ പ്രയാസവും ബ്ലെസ്സിങ്സും ഒക്കെ എൻ്റെ കുട്ടികളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ അർച്ചന മിസ് ഇതുവരെയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഒന്നും കൂടെ ഒന്ന് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നില്ലേ? ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പോവുകയാണ്. ഒരു ടെൻഷനും വേണ്ട, കൂളായിട്ടിരിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടികൾക്ക് ഓർമ്മയിലുണ്ടാകും. ഓക്കെ, അപ്പോൾ ഫുൾ കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. ഇനി നമ്മുടെ മോർഫോളജിയിൽ നിന്നും അതേപോലെ തന്നെ ബയോമോളിക്യൂൾസിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഒന്ന് നോക്കിപ്പോവാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് മോർഫോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ the type of inflorescence in which the main axis continues to grow is, അതായത് മെയിൻ ആക്സിസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻഫ്ലോറസൻസ് ഏതാണ് മക്കളെ? ഏതാണ് ആ ടൈപ്പ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്? നമ്മുടെ റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്, റെസിമോസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ഫ്ലവർ ഹാവിംഗ് ബോത്ത് ഗൈനീഷ്യം ആൻഡ് ആൻഡ്രീഷ്യം ഇസ്, ഒരു ഫ്ലവറിന് ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുക, ബൈസെക്ഷൽ ഫ്ലവർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ എസ്റ്റിവേഷനോ അല്ലെങ്കിൽ പ്ലാസന്റേഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫ്ലോറസൻസോ ഇതൊക്കെ നോക്കി വെച്ചോട്ടോ. ഇൻഫ്ലോറസൻസ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഫില്ലോടാക്സി അതേപോലെ തന്നെ വീനേഷൻ. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻ ഒന്ന് നോക്കി വെച്ചോ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ള ഏതാണ്? എസ്റ്റിവേഷൻ. എസ്റ്റിവേഷൻ എങ്ങനെയാണ് മക്കളെ പറയുക? അറേഞ്ച്മെന്റ് ഓഫ് sepal or petal on a floral axis. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെയാണ് നമ്മൾ ഈ എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ എ ഫ്ലോറൽ ആക്സിസ് അല്ല, ഓൺ എ ഫ്ലോറൽ ബഡ്. ഓക്കെ, ഒരു ബഡിലാണ് അത് കറക്റ്റായിട്ട് നമുക്ക് അറേഞ്ച്മെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുക. ഇനി പ്ലാസന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? പ്ലാസന്റേഷൻ എന്ന് വെച്ചാൽ അറേഞ്ച്മെന്റ് ഓഫ് ovules within the ovary. ഓക്കെ, ഓവറിയുടെ ഉള്ളിൽ ഒവ്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെയാണ് പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ കുറച്ച് മാച്ച് ദ ഫോളോയിങ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള പെയർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. റെസിമോസിന് നേരെ പെഡങ്ങൾ ഗ്രോസ് ഇൻഡെഫിനറ്റ്ലി. ട്രൂ ആണോ ഫോൾസ് ആണോ മക്കളെ? റെസിമോസിന്റെ പെഡങ്ങൾ നല്ലോണം ഇൻഡെഫിനറ്റ്ലി ഗ്രോ ചെയ്യുന്നതാണ് പറയുന്നത്. ട്രൂ ആണ് അല്ലേ? അപ്പോൾ അത് ട്രൂ ആണ്. ഇനി എപ്പിഗൈനസ് ഫ്ലവർ എന്ന് വെച്ചാൽ എന്താണ്? ഓവർ സുപ്പീരിയർ ആണെന്നാണ് പറയുന്നത്. സുപ്പീരിയർ ആണോ മക്കളെ ഓവറി ഇതിൻ്റെ എപ്പിഗൈനസ് ഫ്ലവറിൽ? അല്ല. അപ്പോൾ അത് ഫോൾസ് ആണ്. ഇനി അടുത്ത ഫില്ലോടാക്സി, അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം ആണ് ഫില്ലോടാക്സി എന്ന് പറയുന്നത്. ആണോ മക്കളെ? ലീവ്സ് ഓൺ ദ സ്റ്റെം കറക്റ്റ് അല്ലേ? അപ്പോൾ ട്രൂ ആണ്. ഇനി കോളിയോപ്റ്റൈൽ എന്ന് വെച്ചാൽ എൻവലപ്പ് കവറിംഗ് ദ റാഡിക്കലിനെ കവർ ചെയ്യുന്ന എൻവലപ്പ് ആണോ കോളിയോപ്റ്റൈൽ? അല്ല. കോളിയോപ്റ്റൈൽ എന്ന് വെച്ചാൽ എൻവലപ്പ് കവറിംഗ് റാഡിക്കൽ. അത് ചിലപ്പോൾ ഇങ്ങനെ 1 മാർക്കിനൊക്കെ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തിനാണ്? പ്ലിമ്യൂളിനെ കവർ ചെയ്യുന്നതാണ്. പ്ലിമ്യൂളിനെ കവർ ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, അതിനെ കവർ ചെയ്യുന്നതാണ് കോളിയോപ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റാഡിക്കലിനെ കവർ ചെയ്യുന്നതാണ് കോളിയോറൈസ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാ വരാ? ഇവിടെ തെറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെയും അതേപോലെ തന്നെ മൂന്നാമത്തെയും. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതാണ് മക്കളെ? നെയിം ദ ടൈപ്പ് ഓഫ് വീനേഷൻ എ ആൻഡ് ബി. ഇവിടെ എയിലും ബിയിലും കൊടുത്തിട്ടുള്ള വീനേഷൻ ഏതാണ്? എയിൽ കൊടുത്തിട്ടുള്ളത് റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ബിയിൽ കൊടുത്തിട്ടുള്ള ഏതാണ്? പാരലൽ വീനേഷൻ. ഓക്കെ, പിന്നെ ഡിഫൈൻ വീനേഷൻ എന്താണ് മക്കളെ? വീനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് veins and veinlets on a
ലീഫ് ലാമിന. ഓക്കെ, നമ്മുടെ ലീഫ് ലാമിനയിൽ റെയിൻസിൻ്റെയും വെയിൻലെറ്റ്സിൻ്റെയും അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെയാണ് നമ്മൾ വീനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. സാലൈൻ ഫീച്ചേഴ്സ് ഓഫ് ആൻജിയോസ്പേംസ് ആർ ഗിവൺ ബിലോ. സെലക്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഡൈകോട്ടിലിഡൻസ്. ഇതിൽ നിന്ന് ഡൈകോട്ടിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം. ഓക്കെ, സീഡ്സ് ഹാവിങ് 2 കോട്ടിലിഡൻ. ഡൈകോട്ട് എന്ന് വെച്ചാൽ 2 കോട്ടിലിഡനുള്ള ആൾക്കാരാണല്ലേ, അപ്പോൾ അത് കറക്റ്റ് ആണ്. ഇനി അടുത്ത പാരലൽ വീനേഷൻ ലീവ്സ്. പാരലൽ വീനേഷൻ ആണോ ഡൈകോട്ടിൽ കാണുക? അല്ല. ഇനി സിംഗിൾ കോട്ടിലിഡൻ ഇൻ സീഡ്സ്. ഒറ്റ കോട്ടിലിഡൻ ആണോ? അല്ല, 2 കോട്ടിലിഡൻ കാണില്ലേ, അപ്പോൾ ഇത് തെറ്റാണ്. ഓക്കെ, ഇനി റെട്ടിക്കുലേറ്റ് വീനേഷൻ ഡൈകോട്ടിൽ കാണില്ലേ? കറക്റ്റ് ആണല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരും. The arrangement of flowers on a floral axis is called dash. Okay, floral axis ലെ ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റിന് നമ്മൾ പറയുന്ന പേര് എന്താണ് മക്കളെ? അതിനെയാണ് നമ്മൾ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഇനി how can you differentiate an actinomorphic flower from a zygomorphic flower? ഒരു actinomorphic ഫ്ലവറും zygomorphic ഫ്ലവറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മക്കളെ? actinomorphic എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഫിക് എന്ന് വെച്ചാൽ എന്താണ്? എ ഫ്ലവർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ ഹാഫ്സ് ത്രൂ എനി പ്ലെയിൻ. അല്ലേ, ഏത് പ്ലെയിനിൽ കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നതാണ് ഏത്? അതാണ് നമ്മുടെ ആക്ടിനോമോർഫിക് ഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? എ ഫ്ലവർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ ഹാഫ്സ് ഇൻ എനി പ്ലെയിൻ. ഓക്കെ, ഏത് പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടുന്നതാണ് ഇത് ആക്ടിനോമോർഫിക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് മസ്റ്റാർഡ്, ഡാറ്റുറ. അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. മസ്റ്റാർഡ്, ഡാറ്റുറ, അതേപോലെ തന്നെ ചില്ലി. ഓക്കെ, അതിങ്ങനെ ആലോചിച്ചാൽ മതി അല്ലേ. നമ്മുടെ ദിൽഷ മിസ് ചില്ലിങ്ങിലാണെന്ന് ആലോചിച്ചാൽ മതി. ഡി ഫോർ ഡാറ്റുറ, ദിൽഷ മിസ്സിന് ഡി ഫോർ ഡാറ്റുറ, ദെൻ മിസ് എന്ന് പറയുമ്പോൾ മസ്റ്റാർഡ്, ദെൻ ചില്ല് അല്ലേ, ചില്ലിങ് ആണെന്ന് പറയുമ്പോൾ ചില്ല്. ഓക്കെ, ഇനി അടുത്തത് സൈഗോമോർഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, സൈഗോമോർഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും കൂടെ ഡിവൈഡ് ചെയ്താൽ ഈക്വൽ ഹൗസ് കിട്ടില്ല. സൈഗോമോർഫിക് എന്ന് വെച്ചാൽ എന്താണ്? എ ഫ്ലവർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ ഹാഫ്സ് ഓൺലി ത്രൂ 1 വെർട്ടിക്കൽ പ്ലെയിൻ. അല്ലേ, ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എ ഫ്ലവർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ ഹാഫ്സ് ഓൺലി ത്രൂ 1 വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, ഒരു 1 വെർട്ടിക്കൽ പ്ലെയിനിൽ കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഈക്വൽ ഹാഫ്സ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് സൈഗോമോർഫിക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ പി. ഓക്കെ, പി. ഇനി അടുത്തത്, ഇനി വേണമെന്നുണ്ടെങ്കിൽ മറ്റേ അസിമെട്രിക്കലും ഉണ്ട് അല്ലേ. അസിമെട്രിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അസിമെട്രിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എ ഫ്ലവർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ ഹാഫ്സ്. ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എ ഫ്ലവർ കാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ ഹാഫ്സ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഇത് മക്കളെ, നമ്മുടെ കന്ന. ഓക്കെ, കന്ന അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡയഗ്രാം, നമ്മുടെ ഈ മോണോകോട്ട് സീഡിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്ന് നോക്കി വെച്ചോ. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മക്കളെ ഈ ഒരു ഭാഗം കാണുന്നതിൽ ഈ പ്രോട്ടീൻ റിച്ച് ഭാഗമാണ് ഇവിടെ 4 കൊടുത്തിട്ടുള്ളത്. അത് ഏതാണ്? പ്രോട്ടീൻ റിച്ച് ലെയർ ആണിത്, എല്യൂറോൺ ലെയർ എന്ന് പറയുന്നത്. എല്യൂറോൺ ലെയർ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗമാണ് ഇത് എൻഡോസ്പം. ഓക്കെ, എൻഡോസ്പം. ദെൻ ഇവിടെ ഈ ഒരു ഭാഗമാണ് ഇത്, ഈ 2 കൊടുത്തിട്ടുള്ള ഭാഗം, ഇതാണ് നമ്മുടെ പ്ലിമ്യൂള്. ഓക്കെ, പ്ലിമ്യൂളിനെ കവർ ചെയ്തിട്ടുള്ള ഈ കോട്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? കോളിയോപ്റ്റൈൽ എന്ന് പറയാം. ഓക്കെ, കോളിയോപ്റ്റൈൽ. ഇനി ഇതേതാണ് മക്കളെ? റാഡിക്കൽ. ഓക്കെ, ഇനി ഇവിടെ ഈ റാഡിക്കലിന് കവർ ചെയ്തിട്ടുള്ള കോട്ടിങ് തന്നിട്ടുണ്ടെങ്കിൽ അതേതായിരിക്കും? അത് നമ്മുടെ കോളിയോറൈസാ. ഓക്കെ, ഈ പിക്ചർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പോകണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡൈക്കോട്ട് സീഡാണെന്നുണ്ടെങ്കിൽ അതിന് ഇതേപോലെ തന്നെ 2 കോട്ടിലിഡൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മുകളിലേക്ക് ഒരാൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണാം, താഴേക്ക് ഒരു ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഈ മുകളിലേക്ക് ഡെവലപ്പ് ചെയ്ത് പോകുന്ന ആളാണ് ആര്? ഇത് വരച്ച മീൻസ് കുറച്ച് കോളായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ മുകളിലേക്ക് പോകുന്നതാണ് ആര്? നമ്മുടെ പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ താഴേക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ഏത്? അതാണ് നമ്മുടെ റാഡിക്കൽ എന്ന് പറയുന്നത്. പിന്നെ ഇത് 2 എന്നാണ്? കോട്ടിലിഡൻ ആണ്. ഓക്കെ, കോട്ടിലിഡൻ ആണ്. പിന്നെ അതേപോലെ തന്നെ കടല വരച്ച് കഴിഞ്ഞാൽ മിസ് കോളായി പോവും. ഓക്കെ, കടലയുടെ മറ്റേ പിക്ചർ ഒന്ന് നോക്കി വെക്കണേ. ഓക്കെ, ഇതിപ്പോൾ തൽക്കാലം കടലയാണെന്ന് വിചാരിക്കാം.
ഓക്കെ, കടലയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഈ അറ്റത്തായിട്ട് നമുക്ക് ഒരു സ്കാർ ലൈക്ക് സ്ട്രക്ചർ കാണുന്നില്ലേ? അതാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളുടെ പിക്ചർ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സ്കാർ ലൈക്ക് സ്ട്രക്ചർ കാണുന്നില്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈലം എന്ന് പറയുന്നത്. ഈ ഹൈലത്തിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. അതാണ് നമ്മുടെ മൈക്രോപൈൽ എന്ന് പറയുന്നത്. മൈക്രോപൈൽ. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഇത് കടലയാണെന്ന് ഇങ്ങനെ മനസ്സിലാക്കും. ഇത് കടലയാണ് കേട്ടോ. ഓക്കെ, ഇനി പിന്നെ അതേപോലെ തന്നെ ഫാമിലി, ഐഡന്റിഫൈ ദ ഫാമിലി. ഏതാണ് മക്കളെ ഫാമിലി? നമ്മുടെ സൊളാനേസി. ഒരൊറ്റ ഫാമിലി നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ഓക്കെ, റൈറ്റ് എനി ടു ഫ്ലോറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഫാമിലി. ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? അവയുടെ കാലിക്സ് എത്ര ഉണ്ട് മക്കളെ? കാലിക്സ് 5 ഉണ്ട്. അതെങ്ങനെയായിരിക്കും? ഗ്യാമോസെപ്പാലസ് ആയിരിക്കും. ദെൻ കൊറോള എത്ര ഉണ്ട്? കൊറോള 5 ഉണ്ട്. അതും എങ്ങനെയായിരിക്കും? ഗ്യാമോപെറ്റാലസ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എപ്പിപെറ്റാലസ് കണ്ടീഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാം? പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഫ്ലോറൽ ഇതിപ്പോൾ 2 പറയാൻ പറയുള്ള മിസ് 3 എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ ഫ്ലോറൽ ഫോർമുലയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാനായിട്ട് പറ്റും. ഇനി റൈറ്റ് ദ നെയിം ഓഫ് 2 എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ഓഫ് ദിസ് ഫാമിലി. ഏതൊക്കെയാണ് മക്കളെ? വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെല്ലാഡോണ എഴുതാം. അല്ലെങ്കിൽ നമ്മുടെ അശ്വഗന്ധ, അല്ലെങ്കിൽ നമുക്ക് അശ്വഗന്ധ, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, അശ്വഗന്ധ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, റെഡി. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ഇനി അടുത്ത നമ്മുടെ ബയോമോളിക്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതിലേതാണ് മക്കളെ പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത്? ഇതിലേതാണ്? നമ്മുടെ അമിനോ ആസിഡ് ആണ് അല്ലേ പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിന് നേരെ ഷുഗർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ്റെ നേരെ എന്തായിരിക്കും? കാർബോഹൈഡ്രേറ്റിന് നേരെ ഷുഗർ ആണെങ്കിൽ പ്രോട്ടീൻ്റെ നേരെ എന്തായിരിക്കും മക്കളെ? പ്രോട്ടീൻ്റെ നേരെ വേഗം പോരട്ടെ. ഏതാണ് പ്രോട്ടീൻ്റെ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ? അമിനോ ആസിഡ്. അതായത് നമ്മുടെ അമിനോ ആസിഡ്. കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഷുഗർ കൊണ്ടാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള എന്തുകൊണ്ടാണ്? നമ്മുടെ അമിനോ ആസിഡ് കൊണ്ടാണ്. ഓക്കെ, ഇനി വാട്ട് ഡസ് എ ഡിനോട്ട് ഇൻ ദ ഗിവൺ ഇക്വേഷൻ? അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? നമ്മുടെ കാർബോണിക് ആസിഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടത്തുന്ന ആൾക്കാർ ആരാണ് മക്കളെ? ആരാണ്? ഇവിടെ നമുക്കറിയാം, ഇവിടെ എ എന്ന് പറയുന്ന എൻസൈം ഏതാണ്? നമ്മുടെ കാർബോണിക് എൻഹൈഡ്രേസ് ആണ് ഇവിടെ നടത്തുന്ന ആ ഒരു റിയാക്ഷൻ നടത്തുന്ന ആൾക്കാർ. ഓക്കെ, ഇനി അടുത്തത് ഇൻ എ ക്ലാസ് റൂം ഡിസ്കഷൻ സ്റ്റുഡൻറ് said that proteins are homopolymer. Do you agree with this statement? അപ്പോൾ പ്രോട്ടീൻസ് ഒക്കെ ഹോമോപോളിമർ ആണെന്നാണ് പറയുന്നത്. സമ്മതിച്ചു കൊടുക്കോ? ഇല്ല അല്ലെ? നോ. കാരണം എന്താണ്? ബിക്കോസ് പ്രോട്ടീൻസ് ആർ ഹെറ്ററോപോളിമർ ആണ്. ഓക്കെ, പ്രോട്ടീൻസ് ഒക്കെ ഹെറ്ററോപോളിമർ ആണ്. കാരണം എന്താണ്? ബിക്കോസ് they are made up of different types of amino acids. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? പ്രോട്ടീൻ ഒരു ഹെറ്ററോപോളിമർ ആണ്. നെയിം ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ എക്സിസ്റ്റ് ഇൻ ദ അനിമൽ വേൾഡ്. അനിമൽ വേൾഡിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ളത് ആരാണ് മക്കളെ? അനിമൽ വേൾഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊളാജൻ ആണ്. ഓക്കെ, കൊളാജൻ ആണ്. ഇനി ഹോൾ ബയോസ്ഫിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഹോൾ ബയോസ്ഫിയറിൽ ഏതാണ് ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ട് കാണുന്ന പ്രോട്ടീൻ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പറയണം? നമ്മുടെ റുബിസ്കോ പറയണം. ഓക്കെ, അതിനിങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ആറും ബിയും സിയും ഒക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഷോയിങ് ദ നേച്ചർ ഓഫ് ദ എൻസൈം ആക്ഷൻ. ഓക്കെ, എൻസൈം ആക്ഷൻ്റെ നേച്ചർ കാണിക്കുന്ന ഈ ഒരു ഇത് കറക്റ്റ് ആയിട്ടൊന്ന് എന്താണ് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് ഗീവ്സ് എൻസൈം സബ്സ്ട്രേറ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ വരിക മക്കളെ? ആദ്യം എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ചേർന്നിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആകുന്നു. പിന്നെ അതിനുശേഷം അത് എന്തായിട്ട് മാറുന്നു? എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. ദെൻ അതിനുശേഷം അത് എന്തായിട്ട് മാറുന്നു? എൻസൈം പ്ലസ് പ്രോഡക്റ്റ് എന്നുള്ള രീതിക്ക് അത് സെപ്പറേറ്റ് ആകുന്നു അല്ലേ? ഇതാണ് അവിടെ നടക്കുന്നത്. ലിസ്റ്റ് ഔട്ട് എനി 2 factors affecting enzyme activity. ഏതൊക്കെയാണ് മക്കളെ എൻസൈം ആക്ടിവിറ്റിയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ pH അല്ലെ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ മിസ് 2 എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എഴുതാം? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എഴുതാം, ഇൻഹിബിറ്റേഴ്സ് എഴുതാം. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻ ഫോർമുല ഗിവൺ ബിലോ ഐഡന്റിഫൈ ദ ക്ലാസ് ഓഫ് എൻസൈം. ഓക്കെ മക്കളെ, ഇവിടുത്തെ 2 റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് എസ് റെഡ്യൂസ്ഡും എസ് ഓക്സിഡൈസറും കൂടി ചേർന്നപ്പോൾ, ഓക്കെ ഇവിടെ ഗീവ്സ് ആണ് കേട്ടോ, കൂടി ചേർന്നപ്പോൾ എന്തായി? എസ് എന്നുള്ളത് ഓക്സിഡൈസറായി, എസ് ഡാഷ് എന്നുള്ളത് റെഡ്യൂസ്ഡ് ആയിട്ട് മാറി. അപ്പോൾ ഇതേതായിരിക്കും മക്കൾ ഈ ഒരു റിയാക്ഷൻ നടത്തുന്ന എൻസൈമിന്റെ ക്ലാസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? മിസ് പറഞ്ഞിട്ടുണ്ടല്ലേ, മോതിരം മറ്റേ ഇതിഹാസത്തിൽ മോതിരം മാറുമ്പോൾ അങ്ങോട്ടും കൂടി രമേഷ് സുമേഷ് നമ്മുടെ ബോഡി അങ്ങോട്ടും കൂടി മാറിപ്പോയി എന്നൊക്കെ പറയണ പോലെ ഇതേതായിരിക്കും മക്കളെ? നമ്മുടെ ഓക്സിഡോ റിഡക്ടേഴ്സ് ആണ്.
ഓക്സിഡോ റിഡക്ടേസ് എൻസൈം ആണ് ഇവിടെ നടത്തുന്നത്. ഇനി അടുത്തത് ഇവിടെ ദേ കണ്ടോ, സിയും ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ എക്സും വൈയും എന്ന് പറഞ്ഞിട്ട് 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നേരെ ഇവിടെ ഗീവ്സ് എന്നുള്ള ചിഹ്നമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നേരെ റിയാക്ഷൻ കഴിഞ്ഞ് വന്നപ്പോൾ എന്തായി, എക്സും വൈയും ഒരുമിച്ചായി, സിയും ഒരുമിച്ചായി. ഓക്കെ, അതായത് മുതലാളിമാർ ഒരുമിച്ച് തൊഴിലാളികൾ ഒരുമിച്ച് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു റിയാക്ഷൻ നടത്തുന്ന ആരാണ്? അത് നടത്തുന്നത് നമ്മുടെ ലയേസസ് ആണ്. ഓക്കെ, ലയേസസ്. ഇനി ഈ പിക്ചേഴ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇതൊക്കെ ആരൊക്കെയാണ്? ആരൊക്കെ വന്നിരിക്കുന്നത്? ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ആര്? സെറീൻ എന്ന് പറയുന്നത്. ആർ ഗ്രൂപ്പിൽ CH2 ഒഴിച്ച് വരികയാണെങ്കിൽ സെറീൻ ആണ് മക്കളെ. ഈ പിക്ചർ നോക്കിയൊക്കെ, ഇതിൽ ആരൊക്കെയാണ്? ഇവിടെ ഒരു ഷുഗർ ഉണ്ട്, അഡിനിൻ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ കക്ഷി ആരാണ്? നമ്മുടെ അഡിനിലിക് ആസിഡ് അല്ലേ, ഒരു ന്യൂക്ലിയോടൈഡ് ആണ് എന്ന് മനസ്സിലായി. ഫോസ്ഫേറ്റും ന്യൂക്ലിയോടൈഡ് നമ്മുടെ നൈട്രജൻ ബേസും ഷുഗറും ഒക്കെ ഉള്ളതുകൊണ്ട് എന്താണ്? ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. അപ്പോൾ അഡിനിൻ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് പറയും? അഡിനിലിക് ആസിഡ്. ഓക്കെ, ഇനി ഇതാരാണ് മക്കളെ? ആരത്? നമ്മുടെ കൊളസ്ട്രോൾ. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് നോക്കി നോക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, analyze the graph showing the activity of enzyme influenced by temperature. What is meant by optimum temperature? Optimum temperature എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ എൻസൈം നല്ലോണം എഫിഷ്യൻ്റ് ആകുന്ന ടെമ്പറേച്ചർ ആണല്ലേ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? The temperature in which the enzyme become more efficient. ഓക്കെ, അപ്പോൾ എൻസൈം നല്ലോണം എഫിഷ്യൻ്റ് ആകുന്ന ആ ഒരു ടെമ്പറേച്ചറാണിത് നമ്മുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നത്. വൈ ഡസ് ദ എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻ അറ്റ് ടു ലോ ആൻഡ് ടു ഹൈ ടെമ്പറേച്ചർ? എന്തുകൊണ്ടാണ് എൻസൈം ആക്ടിവിറ്റി നല്ല കുറവ് ടെമ്പറേച്ചറിലും നല്ല ഹൈ ടെമ്പറേച്ചറിലും അതിൻ്റെ എൻസൈം ആക്ടിവിറ്റിയിൽ ഡിക്ലൈൻ ചെയ്ത് കുറഞ്ഞു പോകുന്നത്? എന്തുകൊണ്ടാണ് മക്കളെ? എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ലേ, ഒപ്റ്റിമം ടെമ്പറേച്ചർ നല്ലോണം ഉണ്ടായിരിക്കും, അതിൽ നിന്ന് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ പ്രശ്നമാണ്. കാരണം എന്താണ്? നമ്മുടെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഇനാക്റ്റീവ് സ്റ്റേജിലിരിക്കും അല്ലേ. നമ്മുടെ മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട്സ് സിനിമയിലെ ജയറാമിനെ പോലെ ഒന്നും എനക്കില്ലാതെ അത് ഇങ്ങനെ ഒരു ഇരിപ്പിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലോ? ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പൊക്കെ മാറും അല്ലേ. അതായത് അതിനെന്ത് സംഭവിക്കും? ഡീനാച്ചുറേഷൻ സംഭവിക്കും. ഓക്കെ, റെഡി? പിന്നെ അതേപോലെ തന്നെ കോഫാക്ടർ പഠിച്ചു വെച്ചോ. റൈറ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ കോഫാക്ടർ ആൻഡ് അപ്പോ എൻസൈം. അപ്പോ എൻസൈമും കോഫാക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മക്കളെ? കോഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോൺ പ്രോട്ടീൻ പാർട്ടാണ്. ദെൻ അപ്പോ എൻസൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പോ എൻസൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ പാർട്ടാണ്. ഓക്കെ, ഇനി നെയിം ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫാക്ടർ. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫാക്ടർ എന്ന് പറയുന്നത്? പല തരത്തിലുണ്ടല്ലേ. നമ്മുടെ പ്രോസ്റ്റേറ്റിക് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്താണ്? നമ്മുടെ മെറ്റൽ അയോൺ, പിന്നെ അതേപോലെ തന്നെ കോ എൻസൈംസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പലതരത്തിലുള്ള കോഫാക്ടർ. ഇനി വാട്ട് ഈസ് ദ കോഫാക്ടർ ഫോർ ദ എൻസൈം കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈമിലുള്ള കോഫാക്ടർ ഏതാണ് മക്കളെ? നമ്മുടെ സിങ്ക് ആണ് കേട്ടോ. സിങ്ക് ആണ്, അതൊരു മെറ്റൽ അയോൺ ആണ്. ഓക്കെ, ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഇനി അടുത്ത് നമ്മുടെ പ്ലാന്റ് കിങ്ഡം എന്നുള്ള ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ റിസർവ് ഫുഡ് ഇൻ ഫെയോഫൈസിയെ. ഏതാണ് മക്കളെ? ഫെയോഫൈസിയെ, ബ്രൗൺ ആൽഗയുടെ റിസർവ് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ മാനിറ്റോളും ലാമിനാറിനും. ഓക്കെ, ഇനി അടുത്തത് കോർലാഡ് റൂട്ടിന് നേരെ അസോസിയേഷൻ ഓഫ് റൂട്ട് വിത്ത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അസോസിയേഷൻ ഓഫ് റൂട്ട് വിത്ത് ഫംഗസ് ഏതാണ് മക്കളെ? ഏതാണ്? നമ്മുടെ ആരായിരുന്നു? നമ്മുടെ മൈക്കോറൈസ. ഓക്കെ, ഇനി അടുത്തത് അതെ ഇവിടെ റെഡ് ആൽഗെ ആരായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്? റെഡ് ആൽഗെ മാച്ച് ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെ പ്രോതാലസ് ഉണ്ട്, അതേപോലെ ഫ്ലോറിഡിൻ സ്റ്റാർച്ച് ഉണ്ട്. ഫ്ലോറിഡിൻ സ്റ്റാർച്ച് ആയിട്ട് മാച്ച് ചെയ്തു അല്ലേ. ബ്രയോഫൈറ്റിൽ കാണുന്ന ഏതാണ്? നമ്മുടെ പ്രോട്ടോണിമ കാണും. ടെറിഡോഫൈറ്റിൽ പ്രോതാലസ് കാണുന്നു. ജിംനോസ്പേമിലാണ് മൈക്കോറൈസ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നെയിം ദ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ഇൻ ബ്രയോഫൈറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? മെയിൽ സെക്സ് ഓർഗൻ ആണ് ഏത്? ആന്ത്രിഡിയം എന്ന് പറയുന്നത്. ദെൻ ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് ഏത്? അതാണ് നമ്മുടെ ആർക്കിഗോണിയം. ഓക്കെ, ഈ ഒരു രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ബ്രയോഫൈറ്റ് ആണ് ഇവിടെ വരിക. ബ്രയോഫൈറ്റ് തന്നെ 2 ഗ്രൂപ്പ് ഉണ്ടല്ലോ, മോസസും ലിവർവേർട്ടും. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ ഓക്കെ, ഇവിടെ ഒരു പ്ലാന്റ്, നമ്മുടെ ലിവർവേർട്ടിൽ വരുന്ന ഒരു പ്ലാന്റിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐഡന്റിഫൈ ദ പ്ലാന്റ്. ഏതാണ് മക്കളെ? നമ്മുടെ മാർക്കാൻഷ്യ ആണ് അല്ലേ. മാർക്കാൻഷ്യ. ഇതിൽ കാണുന്ന എസെക്ഷൽ ബഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് മക്കളെ എസെക്ഷൽ ബഡ്? നമ്മുടെ ജെമ്മെ എന്നാണ് പറയുക. ജെമ്മെ. ഓക്കെ, അപ്പോൾ ജെമ്മയുടെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? G for ഗ്രീൻ, ദെൻ M for എന്താണ്? മൾട്ടി സെല്ലുലാർ, അതേപോലെ തന്നെ എന്താണ്? A for asexual bud.
asexual bud. Okay, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ നിൽക്കുക. ഓക്കെ, അപ്പോൾ മിസ് ഇതിൽ പ്ലാൻ കിങ്ഡത്തിൽ കൂടുതലായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തത് നന്നായിട്ട് തന്നെ നോക്കി നോക്കുക. അപ്പോൾ ഇത് എല്ലാവർക്കും ഓർമ്മയിലൊക്കെ വരും, നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും വേണ്ടിയിട്ട് മിസ്സുമാരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല മക്കളായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം ഒക്കെ എഴുതി ക്ലാസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, വേഗം തന്നെ മിസ്സിന് മെസ്സേജ് അയക്കണം. അതായത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് റിലേഷനോ ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അയച്ചു തരാം. നമ്മളെല്ലാവരും കാത്തിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. നന്നായിട്ട് എക്സാം ഒക്കെ എഴുതി അടിച്ച് പൊളിച്ച് വായോ. അയ്യോ മിസ് ഒരു കാര്യം പറയാൻ പറയും, മിസ് ലൈവ് കഴിഞ്ഞിട്ട് നേരെ പോകുന്ന പോലെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ കുട്ടികൾക്ക് വരാൻ പോകുന്നത് നമ്മുടെ മിസ്സിനെ കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മുടെ ലൈവ് കഴിഞ്ഞില്ല. ഇനി എൻ്റെ കുട്ടികൾക്ക് ദേ നമ്മുടെ ശ്രുതി മിസ്സും സ്നേഹ മിസ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ദേ മിസ് വേഗം പോയിട്ട് നമ്മൾ അടുത്തായിട്ട് നമ്മുടെ ശ്രുതി മിസ്സിനെ വേഗം വിളിക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ ദേ ശ്രുതി മിസ് ഇപ്പോൾ വരും. അപ്പോൾ ഫുൾ സെറ്റായിട്ടിരിക്കുക, ഫുൾ ഓൺ ആയിട്ടിരിക്കുക. ഹലോ മക്കളെ, ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം കേട്ടോ. മിസ് അധികം സമയം കളയുന്നില്ല, നിങ്ങൾക്ക് വേഗം തന്നെ പറഞ്ഞുതരാം. നമ്മൾ പ്ലാൻ ഗ്രോത്ത് ആൻഡ് റെഗുലേറ്റേഴ്സ് എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഡിവൈഡിങ് ആയിട്ടുള്ള സെല്ല് അല്ലേ, ഒരു ഡിവൈഡിങ് ആയിട്ടുള്ള സെല്ല് എന്തായി മാറാണ്, ഒരു മെച്ചുവേർഡ് സെല്ലായിട്ട് മാറാണ് അല്ലേ, ഒരു മെച്ചുവേർഡ് സെല്ലായിട്ട് മാറുക. അപ്പോൾ അവിടെ എന്താണ്, ലൂസ് ദ എബിലിറ്റി ടു ഡിവൈഡ്. യെസ്, പെന്നൊന്ന് മാറ്റട്ടെ. യെസ്, സോ ഇവിടെ എന്താ എഴുതാം, എ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എഴുതാം, എ ഡിവൈഡിങ് സെൽ ലൂസ് ദ കപ്പാസിറ്റി ടു ഡിവൈഡ് ആൻഡ് ബിക്കം മെച്ചുവേർഡ് അല്ലേ, അവരെന്താവുന്നു, മെച്ചുവേർഡ് ആവാണ്. ഓക്കെ, ഇനി ബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റഡ് സെൽ വിച്ച് ഹാവ് ലോസ് ദ കപ്പാസിറ്റി ടു ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലോസ് ആയി പോയ ഒരാൾക്ക് എന്ത് ചെയ്യുന്നു, ദേ റീഗെയിൻ ദ കപ്പാസിറ്റി ഓഫ് ഡിവിഷൻ, അവർക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സംഭവിച്ച ഡിഫറൻസിയേഷൻ എന്താവാണ്, തിരിച്ചാവാണ് അല്ലേ. സോ നമുക്ക് അതിനെന്ത് പറയാം, ഡിഫറൻഷിയേറ്റഡ് സെൽ വിച്ച് ഹാവ് ലോസ്റ്റ്. അപ്പോൾ എന്താണ്, ഡിഫറൻസിയേഷൻ. റെഡി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫംഗ്ഷൻ ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഓക്സിൻ എന്ന് പറയുമ്പോൾ നമ്മളിതിൽ ആരെടുക്കും, ഓക്സിൻ എന്ന് പറയുമ്പോൾ വേഗം നോക്കിക്കഴിഞ്ഞാൽ ഏതാ വരിക, ഓക്സിൻ. നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. ഓക്സിൻ എന്ന് പറയുമ്പോൾ യെസ്, പാർത്തനോ കാർപ്പി അല്ലേ. പിന്നെ ജിബർലിൻസ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദി സ്റ്റെം. ദെൻ സൈറ്റോകൈനിൻ എന്ന് പറയുമ്പോൾ ഓവർകം എപ്പിക്കൽ ഡോമിനൻസ്. ആൻഡ് ലാസ്റ്റ് എത്തിലീൻ, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് അല്ലേ. കിട്ടിയല്ലോ. നെക്സ്റ്റ് നെയിം ദ ഗേഷ്യസ് പ്ലാന്റ് ഹോർമോൺ. ആരാണ് നമ്മളുടെ ഗേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺ? ആരാണ് നമ്മളുടെ എത്തിലീനാണ് അല്ലേ. എത്തിലീനാണ് നമ്മളുടെ ഗേഷ്യസ് പ്ലാന്റ് ഹോർമോൺ. ദെൻ റൈറ്റ് എനി വൺ ഫംഗ്ഷൻ ഓഫ് ദിസ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും എഴുതിയാൽ മതി. നമുക്കിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം, ഇൻഡ്യൂസസ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ കുക്കുംബർ. ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ കുക്കുംബർ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട് സെറ്റ് ഇൻ പൈനാപ്പിളും പറയാം. ഫ്രൂട്ട് സെറ്റ് ഇൻ പൈനാപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഗിവൻ ബിലോ ഇസ് എ ഗ്രാഫ് ഓഫ് എ ഗ്രോത്ത് കർവ് തന്നിട്ടുണ്ട്. സോ ഏതാണ് ഈ ഒരു ഗ്രോത്ത് കർവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേതാണ്, സിഗ്മോയിഡ് കർവ് ആണ് അല്ലേ, സിഗ്മോയിഡ് ആണ്. ആൻഡ് ബി എന്ന് പറയുമ്പോൾ ലേബൽ എ ആൻഡ് ബി എന്ന് പറഞ്ഞത്, എയും ബി ലാഗ് ഇവിടെ തന്നിട്ടുണ്ട്. സോ എ എന്ന് പറയുന്നത് ആരാ, ലോഗ് അഥവാ എക്സ്പൊണൻഷ്യൽ ആണ്. ബി എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റേഷനറി ആണ്. ഈസി അല്ലേ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. നെയിം ദ പ്ലാന്റ് ഹോർമോൺ നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ. ഈസി. ഏതാണ് നമ്മളുടെ അബ്സിസിക് ആസിഡ്. ഓക്കെ, abscisic acid. Then identify the odd one from the given list of plant growth regulators. അപ്പോൾ ABA, NAIA ഇതൊക്കെ ആരാണ്, ഇതൊക്കെ നമ്മളുടെ ഓക്സിൻ ആണ് അല്ലേ. ഇയാൾ മാത്രം വേറെ. അപ്പോൾ നമുക്ക് ഇവരെ പിടിച്ച് പുറത്തിടാം അല്ലേ. ലിസ്റ്റ് സം ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ഓഫ് ജിബർലിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്താണ്, ഇലോങ്ങേഷൻ ഓഫ് സ്റ്റെം. പിന്നെന്താണ്, ഇൻക്രീസസ് അല്ലെങ്കിൽ സ്പീഡ്സ് അപ്പ് മോൾട്ടിങ്. പിന്നെന്താ, ഇൻഡ്യൂസസ് ബോൾട്ടിങ്. ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, റെഡി. ബ്രേക്ക് സീഡ്
സീഡ് ഡോർമൻസി. ഇതൊക്കെ ഇതിനുള്ള ആൻസറാണ് കേട്ടോ. നെക്സ്റ്റ്, ബൈ ഒബ്സർവിങ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ ഫസ്റ്റ് പെയർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ സെക്കൻഡ് പെയർ. അപ്പോൾ FW ആൻഡ് ഓക്സിൻ ആണെങ്കിൽ ഈ കുറോസവ ആരാണ് മക്കളെ? നമ്മളെ ജിബർലിൻസ് ആണ്. ഓക്കെ, ജിബർലിൻസ്. ഇനി ഓക്സിൻ എപ്പിക്കൽ ഡോമിനൻസ് ആണെങ്കിൽ വിച്ച് ഓവർകം എപ്പിക്കൽ ഡോമിനൻസ് ഏതാണ്? നമ്മുടെ സൈറ്റോകൈൻ. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം, ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് റിയാക്ഷൻ സെൻറ്റർ ഏതാണ് മക്കളെ? ക്ലോറോഫിൽ എ ആണ്. ഇവിടെ എ ഉണ്ട് കേട്ടോ. യെസ്, ക്ലോറോഫിൽ എ ആണ് നമ്മളുടെ റിയാക്ഷൻ സെൻറ്റർ. ഇനി നെയിം ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീഫ് അനാറ്റമി. C4 പ്ലാന്റ്സ് കാണിക്കുന്ന ലീഫ് അനാറ്റമിക്ക് നമ്മൾ പറയും ക്രാൻസ് അനാറ്റമി. ഇല്ലസ്ട്രേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് C4 ഓവർ C3. അപ്പോൾ C4 എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് ഈൽഡ് കൂടുതലാണ്, ഫോട്ടോസിന്തറ്റിക് ഈൽഡ് കൂടുതലാണ്. ബിക്കോസ് അതിന് എന്തില്ല? ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല, അല്ലേ? ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? റെഡ്യൂസ്ഡ് വാട്ടർ ലോസ് ആണ്, റെഡ്യൂസ്ഡ് വാട്ടർ ലോസ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ടോളറേറ്റ് ഹൈ ടെമ്പറേച്ചർ, ടോളറേറ്റ് ഹൈ ടെമ്പറേച്ചർ. ഇതൊക്കെ എന്താണ്? നമ്മളുടെ C4ൻ്റെ എക്സ്ട്രാ അഡ്വാൻറ്റേജസ് ആണ് കമ്മിങ് ടു C3, അല്ലേ? നെക്സ്റ്റ്, നെയിം ദ ഫോളോയിങ് ഇൻ C4 പാത്വേ ഇൻ C4 പ്ലാന്റ്സ്. ലീഫ് അനാറ്റമി, പ്രൈമറി CO2, ആക്സെപ്റ്റഡ് എൻസൈം റെസ്പോൺസിബിൾ. ഇതൊക്കെ ആരാണെന്ന് പറയേണ്ടത്? അപ്പോൾ ലീഫ് അനാറ്റമി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ക്രാൻസ് അനാറ്റമി. പ്രൈമറി CO2 ആക്സെപ്റ്റർ ആരാ? PEP. ദെൻ എൻസൈം റെസ്പോൺസിബിൾ ഫോർ CO2 ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ PPKs. ഓക്കെ, ദെൻ ഫസ്റ്റ് C4 ആസിഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സാലോ അസെറ്റിക് ആസിഡ്. ക്ലിയർ ആണോ? ഓക്കെ, yes. Next question, the use of radioactive C14 by Melvin Calvin in algal photosynthesis. Identify the first stable product in the CO2 fixation cycle. അപ്പോൾ മെൽവിൻ കാൽവിൻ എന്ന് പറയുമ്പോൾ അത് ഏതാണ്? C3 സൈക്കിളാണ്. സോ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-PGA, ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. വാട്ട് ആർ ദ 3 മെയിൻ സ്റ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? കാർബോക്സിലേഷൻ. ഇങ്ങനെ എഴുതിയിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, കാർബോക്സിലേഷൻ കഴിഞ്ഞാൽ റിഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റീജനറേഷൻ. ഓക്കെ, നെക്സ്റ്റ്, work out how many ATP and NADPH molecules will be required to make 1 molecule of glucose. അപ്പോൾ നമുക്കറിയാം, അതായത് 1 CO2 നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 3 ATPയും അതേപോലെ തന്നെ 2 NADPHും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? 6 കാൽവിൻ സൈക്കിൾ കഴിയണം, അല്ലേ? അതിനർത്ഥം 6 × 3 ATP + 6 × 2 NADPH. മിസ്സിന് സൗണ്ട് ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ, റിയലി സോറി. എനിക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, സോറി. ഓക്കെ, അപ്പോൾ 6 × 3 ATP + 6 × 2 NADPH. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 18 ATPയും 12 NADPHും ആണ് നമ്മളുടെ ആൻസർ വരിക. കറക്റ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ്, റുബിസ്കോ ഇസ് എൻ എൻസൈം. അപ്പോൾ വാട്ട് ആർ ദി പ്രോസസ് എന്നാണ് ചോദിച്ചത്. കാറ്റലൈസ് 2 എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രോസസ്. അപ്പോൾ ഏതാണ്? കാർബോക്സിലേഷനും ഓക്സിജനേഷൻ. കാർബോക്സിലേഷൻ ആൻഡ് ഓക്സിജനേഷൻ. Okay, and in which process chloroplast alone is used as cell organelle. അപ്പോൾ ഏത് പ്രോസസ്സിലാണ് ക്ലോറോപ്ലാസ്റ്റ് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നോക്കി, റുബിസ്കോ ഇസ് എൻ എൻസൈം ദാറ്റ് കാറ്റലൈസ് 2 എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രോസസ്സ്. അതിനകത്ത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് മാത്രം ഒരു സെൽ ഓർഗനലായിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മളുടെ കാർബോക്സിലേഷനാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് മനസ്സിലായി? നിങ്ങളോട് ട്വിസ്റ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ്. കാരണം ഓക്സിജനേഷൻ സംഭവിക്കുമ്പോൾ പിന്നെ അതെന്താ നടക്കുക? ഫോട്ടോ റെസ്പിറേഷനാണ്. അപ്പോൾ അതിൽ ക്ലോറോപ്ലാസ്റ്റ് വരുന്നുണ്ട്, മൈറ്റോകോൺട്രി വരുന്നുണ്ട്, പെറോക്സിസോം വരുന്നുണ്ട്. ഓക്കെ, കാർബോക്സിലേഷനിലാണ് ഇത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സിംഗിൾ ക്ലോറോപ്ലാസ്റ്റിനകത്ത് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി ABCD ഏതാന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് ആരാ? നമ്മളുടെ സ്ട്രോമ ലാമെല്ല. ഇനി B എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രാന. C എന്ന് പറയുന്നത് സ്ട്രോമ. ആൻഡ് D എന്ന് പറയുന്നത് സ്റ്റാർച്ച് ഗ്രാന്യൂൾ. ഓക്കെ, നെക്സ്റ്റ്, ലൈറ്റ് റിയാക്ഷൻ ഇൻവോൾവ്. അപ്പോൾ നോൺ സൈക്ലിക്കും സൈക്ലിക്കും ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ഓൺലി 1 പിഗ്മെന്റ് എന്ന് പറയുമ്പോൾ സൈക്ലിക്. പിന്നെ ATPയും NADPHും ഉണ്ടാവുന്നുണ്ടെങ്കിൽ നോൺ സൈക്ലിക്. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ എവിടെയാണ്? നോൺ സൈക്ലിക്. ഓൺലി ATP മാത്രം ഫോം ആവുന്നത് എവിടെയാണ്? നമ്മളുടെ സൈക്ലിക്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ കെമിക്കൽ കോർഡിനേഷനിലേക്ക് പോവുകയാണ്. വാസോപ്രസിൻ ഇസ് കോൾഡ് ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ ജസ്റ്റിഫൈ. അപ്പോൾ ഡൈയൂറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
diuresis, more amount of water lost through urine. അല്ലേ, യൂറിനിലൂടെ കുറേ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നതിനെയാണ് നമ്മൾ ഡൈയൂറസിസ് എന്ന് പറയാം. അപ്പോൾ ഈ ADH എന്ന് പറയുന്ന ആൾ, അല്ലേ, ADH അഥവാ നമ്മളുടെ വാസോപ്രസിൻ എന്ന് പറയുന്ന ആൾ എന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് റിട്ടൻഷൻ ഓഫ് വാട്ടർ ആണ്, അല്ലേ, റിട്ടൻഷൻ ഓഫ് വാട്ടർ ആണ് ഫ്രം ടെസ്റ്റഡ് കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓഫ് കിഡ്നി, അല്ലേ. അപ്പോൾ ഈ ADH ഹൈപ്പോസെക്രീഷൻ ആകുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ഡൈയൂറസിസ് നടക്കും. അപ്പോൾ ഈ ഡൈയൂറസിസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മളുടെ വാസോപ്രസിൻ. അതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡയബറ്റിസ് മെലിറ്റസ് ആൻഡ് ഡയബറ്റിസ് ഇൻസിപിഡസ്. അപ്പോൾ ഇൻസിപിഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോസെക്രീഷൻ ഓഫ് ADH, അല്ലേ. ADHൻ്റെ ഹൈപ്പോസെക്രീഷനാണ് ഇൻസിപിഡസ് കോസ് ചെയ്യുന്നത്. മെലിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹൈപ്പോസെക്രീഷൻ ഓഫ് ഇൻസുലിൻ. ഓക്കെ, ഇൻസുലിൻ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഡയബറ്റിസ് മെലിറ്റസ് വരുന്നത്. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? വാട്ടർ ഇൻ യൂറിൻ. നേരെ മറിച്ച് ഇവിടെ സംഭവിക്കുന്നതോ? ഇൻക്രീസ് ഓഫ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ബ്ലഡ്. കറക്റ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ്, ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ മേജറായിട്ട് ടേക്ക് പാർട്ട് ചെയ്യുന്ന ഒരാളാരാണ്? നമ്മളുടെ തൈമസ് ഗ്ലാൻഡ് ആണ്. നെയിം ദ ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈമോസിൻ. ഈസി അല്ലേ? തൈമോസിൻ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഹോർമോണൽ ഡെഫിഷ്യൻസി ആണ് ഇതിനൊക്കെ കാരണം? അപ്പോൾ ഡയബറ്റിസ് ഇൻസിപിഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൈപ്പോസെക്രീഷൻ ഓഫ് ഇൻസുലിൻ. ഓക്കെ, ഇനി ഗ്രേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ ഒരു ഹൈപ്പറാണ് നമ്മുടെ തൈറോയിഡിൽ പഠിക്കുന്നുള്ളൂ. ഓക്കെ, ആകെ ഒരു ഹൈപ്പറാണ് തൈറോയിഡിൽ പഠിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ക്രെറ്റിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ഹൈപ്പോസെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺ. ദെൻ ഡയബറ്റിസ് മെലിറ്റസ് ഹൈപ്പോസെക്രീഷൻ ഓഫ്, സോറി, ഇത് ADH ആണ്, അത് മെലിറ്റസ് ആണ്. ഓക്കെ, ADH ആണ്, ഇത് ഇൻസുലിൻ. കിട്ടിയല്ലോ, ഈസി ആയിട്ട് കിട്ടിയല്ലോ. യെസ്. ഇനി നെക്സ്റ്റ് നോക്കാം. എ ബോയ് വാസ് trapped in a lift and his heart rate as well as breathing rate increased. അപ്പോൾ ഏതാണ് ഹോർമോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഓക്കെ, അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ആൻഡ് വാട്ട് ഇസ് എ കളക്റ്റീവ് നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കും? കാറ്റക്കോളമൈൻസ് എന്ന് വിളിക്കും. കാറ്റക്കോളമൈൻസ്. ഓക്കെ, ദെൻ വിച്ച് ഗ്ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രിനൽ ഗ്ലാൻഡ്. എവിടെയാണ്? ആൻറ്റീരിയർ പാർട്ട് ഓഫ് കിഡ്നി. കിട്ടിയോ? യെസ്, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമ്മളുടെ ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. സോ പീനിയൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്നത് ആരാണ്? നമ്മളുടെ മെലാറ്റോണിൻ ആണ്. തൈമസിൽ നിന്നാണ് എന്ത് വരുന്നത്? തൈമോസിൻ വരുന്നത്. എന്താ ചെയ്യുക? ഇമ്മ്യൂൺ സിസ്റ്റം റെഗുലേറ്റ് ചെയ്യും. റെഗുലേറ്റ്സ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യും. കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? യെസ്. ആൻഡ്രോജൻ എന്ന് പറയുമ്പോൾ വേഗം പറഞ്ഞുതരാം കേട്ടോ. ആൻഡ്രോജൻ ഏതാണ്? ടെസ്റ്റിസ് ആണ്. റെഡി? യെസ്. ഇനി സ്നേഹാമസും കൂടെ വരും. അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് ബൂസ്റ്റർ കഴിഞ്ഞു. ഓക്കെ, പേടിക്കണ്ട, വേഗം കഴിയാം. ഓക്കെ, ആൻഡ്രോജൻ എന്ന് പറയുമ്പോൾ വീണ്ടും ഏത് എഴുതാം? നമ്മളുടെ ടെസ്റ്റിസ് പറയാം. ഓക്കെ, തൈമസ് എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മളുടെ തൈമോസിൻ. ഓക്കെ, ഇതിനകത്ത് എന്താ ചെയ്യുക? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഗ്ലൂക്കോൺ എവിടെ നിന്നാണ് വരിക? നമ്മളെ പാൻക്രിയാസിൽ നിന്നാണ്. പീനിയൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ആരാ? മെലാറ്റോണിൻ. എന്താ ചെയ്യുക? ഡയോണൽ റിഥം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ഓക്കെ, റെഡി? യെസ്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റിലീസ്ഡ് ഫ്രം അഡിനോ ഹൈപ്പോഫൈസിസും റിലീസ്ഡ് ഫ്രം ന്യൂറോ ഹൈപ്പോഫൈസിസും നമ്മൾ എന്ത് ചെയ്യുക? തരം തിരിച്ചെഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ അഡിനോ എന്ന് പറയുമ്പോൾ നമ്മൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, ന്യൂറോ എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പോൾ പ്രൊലാക്റ്റിനും അതേപോലെ തന്നെ ല്യൂട്ടനൈസിങ്ങും ആണ് എവിടെ നിന്ന് വരുന്നത്? അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് വരുന്നത്. ന്യൂറോയിൽ നിന്ന് വരുന്നതാണ് ഓക്സിറ്റോസിനും അതേപോലെ വാസോപ്രസിനും. ഓക്കെ, അപ്പോൾ അതോടുകൂടി എന്തായി? നമ്മളുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. സോ എല്ലാവരും നന്നായിട്ട് പോയിട്ട് എക്സാം എഴുതുക. ഓക്കെ, നല്ല രീതിക്ക് എഴുതുക. ആൻഡ് തിരിച്ച് വന്നിട്ട് ഈ ഒരു ബൂസ്റ്ററിൻ്റെ താഴെ തന്നെ വന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നുള്ളത്. ഓക്കെ, അപ്പം എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ റിയാക്ഷൻസ് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം പഠിച്ചതാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. അപ്പോൾ മിസ്സസ് സ്നേഹാമസിനെ ഇപ്പോൾ വിളിക്കാം കേട്ടോ. ഓക്കെ, hello, good morning everyone. Good morning.
ഓക്കെ, അപ്പോൾ ദേ ഇനി നമുക്ക് 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. യെസ്, നമ്മുടെ ഫ്രോഗും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ക്വിക്കായിട്ട് ജസ്റ്റ് ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, റെഡിയാണോ? യെസ്, അപ്പോൾ റെഡി ആണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ്. ടൈപ്സ് ഓഫ് മസിൽ, മയോഫിലമെൻറ്റ്, മസ്കുലാർ കൺട്രാക്ഷൻ, സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ജോയിൻസിൽ സൈനോവിയൽ ജോയിൻസ് ആൻഡ് ഡിസോർഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗിവ് 2 എക്സാമ്പിൾ ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സൈനോവിയൽ ജോയിന്റ്. അപ്പോൾ സൈനോവിയൽ ജോയിന്റിന് എന്തായിരുന്നു എക്സാമ്പിൾ എന്ന് പറയുന്നത്? എന്തായിരുന്നു എക്സാമ്പിൾ? സൈനോവിയൽ ജോയിന്റ് എന്ന് പറഞ്ഞു കേട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? ഹിഞ്ച് ജോയിന്റ് എന്ന് എഴുതാം. ഹിഞ്ച് ജോയിന്റ്, അല്ലെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഇതെല്ലാം എന്താണ്? നമ്മുടെ സൈനോവിയൽ ജോയിൻസിന് എക്സാമ്പിൾസ് ആണ്. ദെൻ മസിൽ പ്രോട്ടീൻസ്. മസിൽ പ്രോട്ടീനിലാണ് നമ്മുടെ ആക്റ്റിൻ ആൻഡ് മയോസിൻ വരുന്നത്. നമ്മുടെ മസിൽ പ്രോട്ടീൻസിൽ വരുന്നതാണ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇത് സെറ്റായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിന്റ് പ്രസന്റ് ഇൻ ദ ഫോളോയിങ് ബോഡി പാർട്സ്. അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് നീ ജോയിന്റ് ആണ്. അപ്പം നീ ജോയിന്റ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ നീ ജോയിന്റും അതുകൂടാതെ തന്നെ നമ്മുടെ എൽബോ ജോയിന്റും പ്രസന്റ് ആയിട്ടുള്ള സൈനോവിയൽ ജോയിന്റിന്റെ പേരാ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് സൈനോവിയൽ ജോയിന്റ് ആണ്? യെസ്, ഹിഞ്ച് ജോയിന്റ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഹിഞ്ച് ജോയിന്റ് എന്ന് കിട്ടി. ഇനി ബി നോക്കിക്കേ, ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. അറ്റ്ലസിനും ആക്സിസിനും ഇടയിലുള്ളത് പിവോട്ട് ജോയിന്റ് ആണ്. പിവോട്ട് ജോയിന്റ് ആണ്. ഇനി തേർഡ് വൺ, ബിറ്റ്വീൻ അഡ്ജസൻറ്റ് കാർപ്പൽസ്. കാർപ്പൽസിന്റെ ഇടയിൽ ഏതാ കാണുന്നത്? അഡ്ജസൻറ്റ് കാർപ്പൽസ് ആണെങ്കിൽ അത് ഗ്ലൈഡിംഗ് ജോയിന്റ് ആണ്. ഗ്ലൈഡിംഗ് ജോയിന്റ് ആണ്. ദെൻ ഡി, ബിറ്റ്വീൻ കാർപ്പൽസ് ആൻഡ് മെറ്റാകാർപ്പൽ. കാർപ്പൽസിനും മെറ്റാകാർപ്പലിനും ഇടയിലുള്ളത് സാഡിൽ ജോയിന്റ് ആണ്. ഓക്കെ, റെഡി. അപ്പോൾ സൈനോവിയൽ ജോയിൻസ് അതിൻ്റെ പേര്, അത് എവിടേക്കാണ് കാണുന്നത്, ലൊക്കേഷൻ, കാര്യങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കിക്കേ, ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ടേംസ് ഫ്രം ദ ബോക്സസ് ഫോർ ദ സിംറ്റംസ് സ്റ്റേറ്റഡ്. അതായത് നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റിൽ അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് മസ്കുലാർ ഡിസോർഡേഴ്സ്. അപ്പോൾ അതെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈഡ് കോൺട്രാക്ഷൻ ഇൻ ദ മസിൽ ഡ്യൂ ടു ലോ കാൽഷ്യം ഇൻ ദ ബോഡി. ബോഡിയിൽ കാൽഷ്യം ലെവൽ കുറഞ്ഞാൽ യെസ് ദാറ്റ് ഈസ് ടെറ്റനിയാണ്. ദെൻ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ്. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ് ആണെങ്കിൽ അത് ഏതായിരിക്കും? ആർത്രൈറ്റിസ് ആണ്. ദെൻ ഡിക്രീസ്ഡ് ബോൺ മാസ് ആൻഡ് ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് ഫ്രാക്ഷൻ. അത് ഏതായിരിക്കും? ഓസ്റ്റിയോപോറോസിസ് ആണ്. ഓസ്റ്റിയോപോറോസിസ് ആണ്. ദെൻ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് എഴുതണം? ഗൗട്ട് എന്ന് എഴുതണം. ഇതുകൂടാതെ തന്നെ 2 ഡിസോർഡേഴ്സ് കൂടി എക്സ്ട്രാ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ മയാസ്തീനിയ ഗ്രേവിസ് ആണ്. അപ്പം മയാസ്തീനിയ ഗ്രേവിസിൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, മയാസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ദെൻ മസ്കുലാർ ഡിസ്ട്രോഫി. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത് ഒരു ജെനറ്റിക് ഡിസോർഡർ ആണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം? എക്സ്ട്രാ ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഡിസോർഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്ത് നോക്കിക്കുക, ഐഡന്റിഫൈ ദ ഫിഗർ എ ആൻഡ് ബി. അപ്പോൾ എ ഏതാണ്, ബി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റിൻ ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയോസിൻ ആണ്. Then name the subunit of A and B. അപ്പോൾ എയുടെ സബ്യൂണിറ്റ് ആണ് ജി ആക്റ്റിൻ എന്ന് പറയുന്നത്. ഇനി മയോസിൻ്റെ സബ്യൂണിറ്റ് ആണ് മെറോമയോസിൻ എന്ന് പറയുന്നത്. അതിൽ ആരൊക്കെ വരും? ലൈറ്റ് മെറോമയോസിനും വരുന്നുണ്ട്, ദെൻ ഹെവി മെറോമയോസിനും വരുന്നുണ്ട്, LMM ആൻഡ് HMM വരുന്നുണ്ട്. ഓക്കെ, ഇത് ഇത്രയാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. സോ ടൈപ്സ് ഓഫ് മസിൽസ് നോട്ട് ചെയ്യണം. സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽസ്. സൈനോവിയൽ ജോയിൻസ് എന്തായാലും പഠിച്ചു വെക്കണം. അതുകൂടാതെ നമ്മുടെ ഡിസോർഡേഴ്സും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ ആണല്ലോ, റെഡി? ഇനി ഇതേ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഗ്ലൈക്കോളിസിസ്, ക്രബ് സൈക്കിൾ, ആർക്യൂം ആൻഡ് ഫെർമെൻറ്റേഷൻ, ഈ 4 കാര്യങ്ങൾ ഷുവർ ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ ചാൻസസ് ഉള്ളതാണ്. ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒബ്സർവ് ദ സിട്രിക് ആസിഡ് സൈക്കിൾ ആൻഡ് ഐഡന്റിഫൈ ABCD. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സീറ്റ് കിട്ടാതെ സുമ ഓഫീസിൽ പോയി എന്ന് പറയുന്ന കോഡ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരായിരിക്കും? സിട്രിക് ആസിഡ് ആണ് വരുന്നത്. ഇതാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ്. കിട്ടാതെ എന്ന് പറയുന്നത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് ആണ്. അപ്പോൾ കിട്ടാതെ ഇരിക്കരുത്. ഓക്കെ, എക്സാം ഹോളിൽ പോയിട്ട് കിട്ടാതെ ഇരിക്കരുത്. ഇത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ആൽഫ KG എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും കേട്ടോ. KGF എന്ന് എഴുതരുത്, ആൽഫ KG എന്ന് തന്നെ എഴുതണം. ഇനി C ആണ് സക്സീനിക് ആസിഡ്.
succinic acid, then malic acid, last oxaloacetic acid. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഈസി ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, വാട്ട് ഈസ് റെസ്പിറേറ്ററി കോഷ്യൻ? എന്താണ് RQ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് RQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RQ ഈസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് carbon dioxide evolved to the volume of oxygen consumed ആണ് നമ്മുടെ RQ എന്ന് പറയുന്നത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് evolved to the volume of oxygen consumed ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ RQ വാല്യൂ ഫോർ കാർബോഹൈഡ്രേറ്റ്? കാർബോഹൈഡ്രേറ്റിൻ്റെ RQ വാല്യൂ നമ്മൾ പഠിച്ചതാണ്. എത്രയായിരുന്നു? കാർബോഹൈഡ്രേറ്റിൻ്റെ കേസിൽ RQ വാല്യൂ ഈസ് ഈക്വൽ ടു ഒന്നാണ്. ഇനി അടുത്തത് ഫാറ്റ് എന്തായിരിക്കും? ഫാറ്റ് എന്ന് പറഞ്ഞാൽ 0.7 ആണ്, അല്ലെങ്കിൽ <1 എന്ന് എഴുതി കഴിഞ്ഞാലും മാർക്ക് കിട്ടും. ഓക്കെ, <1 ആണ്. ദെൻ പ്രോട്ടീനും കൂടി നോട്ട് ചെയ്ത് വെക്കുക, ദാറ്റ് ഈസ് 0.9 ആണ്, അതും <1 തന്നെയാണ് നമ്മുടെ RQ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിൽ വെച്ചിട്ടാണ് സിട്രിക് ആസിഡ് സൈക്കിൾ നടക്കുന്നതെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഹാൻസ് സ്ക്രബ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഇത് ട്രേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റെഡി. ഇനി ഇത് അടുത്ത് നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഗ്ലൈക്കോളിസിസ്. എന്താ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്? ഗ്ലൈക്കോളിസിസ് ഇസ് ദ പാർഷ്യൽ ബ്രേക്ക്ഡൗൺ ഓഫ് 1 molecule of glucose into 2 molecules of pyruvic acid in the absence of oxygen, അല്ലെങ്കിൽ in anaerobic condition are called glycolysis. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ സൈറ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ്. എവിടെ വെച്ചിട്ടാണ് ഗ്ലൈക്കോളിസിസ് നടക്കുക? ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് സെല്ലിലെ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. Then the next question, name the process which is common for both aerobic and anaerobic respiration. അപ്പോൾ എയറോബിക്കിലും എനറോബിക് റെസ്പിറേഷനിലും കോമൺ ആയിട്ട് നടക്കുന്നതാണ് ഗ്ലൈക്കോളിസിസ്. ഓക്കെ, ഗ്ലൈക്കോളിസിസ് ആണ് നടക്കുന്നത്. 1 molecule ഓഫ് ഗ്ലൂക്കോസിനെ 2 molecule ഓഫ് പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കുക. അതുകൂടാതെ തന്നെ ഗ്ലൈക്കോളിസിസിൽ ഓരോരോ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഓരോരോ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഗ്ലൈക്കോളിസിസിൽ എന്തായാലും മക്കൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ ആണല്ലോ. ഇതുകൂടാതെ തന്നെ ഫെർമെൻറ്റേഷനും കൂടി പഠിക്കണേ. ഫെർമെൻറ്റേഷൻ നോട്ട് ചെയ്ത് വെക്കണം. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്, നമ്മുടെ പാക്രോം ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഫ്രോഗ് മാത്രമേ പഠിക്കാനുള്ളൂ. സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വേഗം ആൻസർ ചെയ്യാം. വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ അബൌട്ട് ഫ്രോഗ്? ഫ്രോഗുമായിട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ലീവ്സ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ സീ വാട്ടർ. സീ വാട്ടർ അല്ല, ഫ്രഷ് വാട്ടർ ആണ്. ദേ കനോട്ട് സർവൈവ് ഇൻ ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടറിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ റന ടൈഗ്രീന ഈസ് എ റയർ സ്പീഷീസ് അല്ല, കോമൺ സ്പീഷീസ് ആണ്. ദെൻ ദേ ബിലോങ്സ് ടു ദ ക്ലാസ് ആംഫീബിയ. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അതിൽ ബി ക്വസ്റ്റ്യൻ. ദെൻ വിച്ച് ഓഫ് ദീസ് മെത്തേഡ് ആർ യൂട്ടിലൈസ്ഡ് ബൈ ഫ്രോഗ് ഫോർ പ്രൊട്ടക്ഷൻ? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? പ്രൊട്ടക്റ്റീവ് കളറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിമിക്രി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈസ്റ്റുവേഷൻ ആൻഡ് ഹൈബർനേഷൻ? ഈസ്റ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഈസ്റ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ സ്ലീപ്പാണ്. ഇനി ഹൈബർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വിന്റർ സ്ലീപ്പാണ്. ഓക്കെ, വിന്റർ സ്ലീപ്പാണ് ഹൈബർനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. ഇനി അടുത്ത് നോക്കിക്കേ, ഇനി ലാബിൽ ചെയ്യാൻ ചോദിക്കും കേട്ടോ. നിങ്ങളുടെ മോഡൽ എക്സാമിന് ഇതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ആരും തെറ്റിക്കരുത്, കറക്റ്റായിട്ട് ലാബിൽ ചെയ്യണം. ഈസോഫാഗസ്, സ്റ്റൊമക്, ഇൻഡസ്റ്റൈൻ ആണ്. ഇൻഡസ്റ്റൈൻ സ്മോൾ ആണ്, കാരണം ഫ്രോഗ് എന്ന് പറയുന്നത് കാർണിവോർ ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് റെക്റ്റം, ദെൻ ക്ലോയേക്കയാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇതാണ് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ബൈലിനെ സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിൽ വെച്ചിട്ടാണ്. ദെൻ യൂറിനറി ബ്ലാഡർ, ദെൻ ക്ലോയേക്ക എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കാം. റെഡി ആണല്ലോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മുടെ പാത്വേ തന്നിട്ടുണ്ട് ഫ്രോഗിൻ്റെ കേസിൽ. മൗത്ത് കഴിഞ്ഞ് ബക്കൽ ക്യാവിറ്റി കഴിഞ്ഞ് ഡാഷ് ആൻഡ് ഈസോഫാഗസ്. അവിടെ മൂന്നാമതായിട്ട് വരുന്ന ആളാരായിരിക്കും? മൗത്ത് കഴിഞ്ഞ് ബക്കൽ ക്യാവിറ്റി കഴിഞ്ഞാൽ യെസ് ഫാരിങ്സ് വരും അല്ലേ? ഫാരിങ്സ്. ഇനി ഈസോഫാഗസ് കഴിഞ്ഞ് സ്റ്റൊമക്ക് വരും, ഇൻഡസ്റ്റൈൻ വരുന്നു, റെക്റ്റം വരുന്നു, ക്ലോയേക്ക വരുന്നു. അത്രേ ഉള്ളൂ പാത്വേ. Then in frog the undigested food passes out through the undigested food ഏത് വഴിയാണ് പോകുന്നത്? ക്ലോയേക്ക വഴിയാണ്. സോ ക്ലോയേക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഫ്രോഗിൻ്റെ കേസിൽ ഏനസ് എന്ന് എഴുതരുത്, അവിടെ ക്ലോയേക്കയാണ് വരുന്നത്. ഓക്കെ,
Then how many chambers are present in frog heart? ഫ്രോഗിൻ്റെ ഹൃദയത്തിൽ എത്ര ചേമ്പേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 3 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ടാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതിൽ 2 ഏട്രിയ ഉണ്ടായിരിക്കും, 1 വെൻട്രിക്കിൾ ഉണ്ടായിരിക്കും. ഓക്കെ, 2 ഏട്രിയ ഉണ്ടായിരിക്കും, 1 വെൻട്രിക്കിൾ ഉണ്ടായിരിക്കും. 3 ചേമ്പേർഡ് ഹാർട്ടാണ് ഫ്രോഗിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവർ കോൾഡ് ബ്ലഡഡ് ആനിമൽ ആയിട്ടുള്ളത്. ദെൻ ദ ബ്രെയിൻ ഓഫ് ഫ്രോഗ് ഓൾഫാക്ടറി ലോബ്സ് ആർ പ്രസന്റ് ഇൻ. ബ്രെയിനിൽ ഏത് ബ്രെയിൻ്റെ ഭാഗമാണ്? ഫോർ ബ്രെയിൻ ആണോ, മിഡ് ബ്രെയിൻ ആണോ, ഹൈൻഡ് ബ്രെയിനിലാണോ ഓൾഫാക്ടറി ലോബ്സ് കാണുന്നത്? ഓൾഫാക്ടറി ലോബ്സ് കാണുന്നത് യെസ് നമ്മുടെ ഫോർ ബ്രെയിനിലാണ് കാണുന്നത്. ഓക്കെ, ഫോർ ബ്രെയിനിലാണ് സെറിബ്രം, അതുകൂടാതെ തന്നെ ഓൾഫാക്ടറി ലോബ്സ് കാണുന്നുണ്ട്. ദെൻ അൺപെയ്ഡ് ഡയൻസെഫലോൺ കാണുന്നത് നമ്മുടെ ഫോർ ബ്രെയിനിലാണ്. ഒപ്റ്റിക് ലോബാണ് മിഡ് ബ്രെയിനിൽ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ മെനി ഓവർ ഡസ് എ ഫീമെയിൽ ഫ്രോഗ് ലേ അറ്റ് എ ടൈം? എത്ര ഓവയാണ് റിലീസ് ചെയ്യുന്നത്? 2500 to 3000 ഓവയാണ് റിലീസ് ചെയ്യുന്നത്. 250 300 എന്ന് എഴുതരുത്, 2500 to 3000 ഓവയാണ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. RBC ഇൻ ഫ്രോഗ്സ് ആർ. ഫ്രോഗിൻ്റെ RBC എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂക്ലിയേറ്റഡ് ആണ്. ഓക്കെ, ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള RBC ആണ് നമ്മുടെ ഫ്രോഗിൻ്റെ കേസിൽ പ്രസൻറ്റ് ആയിട്ടുള്ളത്. നമ്മളെല്ലാവരും നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. ഓക്കെ, ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്, പക്ഷേ ഫ്രോഗ്സിൻ്റെ കേസിൽ എന്താണ്? ന്യൂക്ലിയേറ്റഡ് ആണ് കാണുന്നത്. ഓക്കെ ആണല്ലോ, റെഡി. അപ്പോൾ നിങ്ങൾക്ക് ട്രോളാനുള്ള സാധനം രാവിലെ തന്നെ മിസ് തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പറയും മിസ്സിൻ്റെ കേസിൽ എന്തായിരിക്കും? ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും എന്നാണ് പറയാം. കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എക്സാം ഹോളിൽ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മിസ്സിനെ ആലോചിക്കുക. ഓക്കെ, ഫ്രോഗിനെ ആലോചിക്കുന്ന കൂട്ടത്തിൽ മിസ്സിനും കൂടി ഒന്ന് ആലോചിക്കുക. റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ അതേ നമ്മൾ ക്വിക്കായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ചാപ്റ്റേഴ്സിലെ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ കുറേ ദിവസം നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ബയോളജിയിൽ എൻ്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് തന്നെ നല്ല മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഫുൾ കോൺഫിഡൻസിൽ എക്സാമുകളിലോട്ട് പോവുക. ഒരു പേടിയും ഒരു ടെൻഷനും വിചാരിക്കേണ്ട. ടെൻഷൻ വിചാരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന സമയത്താണ് പഠിച്ച കാര്യങ്ങൾ മറക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ കോൺഫിഡൻസോടെ എന്ത് ചെയ്യുക? എക്സാമുകളിലോട്ട് പോവുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുക. ഓക്കെ, റെഡി ആണല്ലോ? റെഡി. അപ്പോൾ ഇന്ന് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ ഹോൾ ബയോളജി ടീമിൻ്റെ വക മിസ് ഒരു ഓൾ ദി ബെസ്റ്റ് തരികയാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതിയിട്ട് എല്ലാവരും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെയായിരുന്നു? ഈസി ആയിരുന്നോ? ഈസി ആയിരിക്കും എന്നാണ്, ഈസി തന്നെ ആയിരിക്കും. ഓക്കെ, അത് 100% ഷുവറാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തെടുത്ത് എഴുതുക കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ അതേ മോർണിംഗ് ബൂസ്റ്ററും നമ്മളത് കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ തന്നെ നല്ല ഉഷാറായിട്ട് എല്ലാവരും ചടപടിയുന്ന ആൻസറൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഫുൾ ഉഷാറായിട്ട് എക്സാമുകളിലോട്ട് പോവുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വരുള്ളൂ. മിസ്സുമാരുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ് എൻ്റെ മക്കളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, സോ ലവ് യു ഓൾ. ബൈ ബൈ.